ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിലെ അഴിമതി നിരോധന നിയമം അഥവാ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1998 ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. രണ്ട് ഭാഗമായിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. കമ്പാരറ്റീവ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ സാധാരണ നമ്മൾ പഠിക്കുന്ന ആ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ കുറച്ചുകൂടെ പാടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡിങ്സ് ഒക്കെ ഉള്ള ഒരു ആക്റ്റാണ് നമ്മുടെ അഴിമതി നിരോധന നിയമം. പക്ഷെ എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പിന്നെ വളരെ ചെറിയൊരു ആക്ട് അല്ല, ആവശ്യത്തിന് ഉള്ള ഒരു ആക്ട് തന്നെയാണ്. 10-31 സെക്ഷനൊക്കെ ഉള്ള ആക്ട് തന്നെയാണ്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, പഠിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ എക്സാം സമയത്താണെങ്കിലും അത് കഴിഞ്ഞ് സർവീസിൽ കയറുന്ന സമയത്താണെങ്കിലും ഒക്കെ ആവശ്യം വരുന്ന ഒരു ആക്ടാണ്. അതായത് അഴിമതി ചെയ്യാതിരിക്കാൻ വേണ്ടിയും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്ടാണ്. നമുക്ക് നോക്കാം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 49ാമത്തെ ആക്ട് ആണ്. നമുക്കറിയാം, ഈ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് ഉദ്ദേശമെന്ന്. അഴിമതി നിരോധനം, എല്ലാ തരത്തിലുള്ള അഴിമതിയും തുടച്ചു നീക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന നിയമമാണ്. ഈ അഴിമതി തുടച്ചു നീക്കുക അല്ലെങ്കിൽ അഴിമതി ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ കൂടെ ആഡായി വരുന്നുണ്ട്. അതായത് പബ്ലിക് അക്കൗണ്ടബിലിറ്റി, അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പെറൻസി, ബ്യൂറോക്രസിയെ കുറെ കൂടെ സ്ട്രോങ് ആക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സർവീസ് ഡെലിവറി കുറെ കൂടെ ഈസി ആക്കുക, അത് ഫാസ്റ്റ് ആക്കുക, സർവീസ് ഡെലിവറിക്ക് അകത്ത് വരുന്ന എല്ലാ തരത്തിലുള്ള അഴിമതിയും ഇല്ലാണ്ടാക്കുക. ഈ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് അഴിമതി നിരോധന നിയമം. അപ്പോൾ അഴിമതി എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ അടുത്തിടെ തന്നെ കുറച്ച് നാളിന് ലോക്പാലിനൊക്കെ വേണ്ടിയുള്ള പല മൂവ്മെന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതേപോലെ തന്നെ പല നിയമങ്ങൾ വന്നിട്ടുണ്ട്. ലോക്പാൽ ആക്ടുകൾ വന്നിട്ടുണ്ട്, നമ്മുടെ CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് വന്നിട്ടുണ്ട്, ഈവൻ നമ്മുടെ RTI ആക്ട് പോലെ വിവരാവകാശ നിയമം പോലും. ഇതെല്ലാം കോമൺ ആയിട്ട് ലിങ്ക് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. An act to consolidate and amend the law relating to prevention of corruption and for matters connected therewith. അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുവേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ്. അത് തന്നെയാണ് ഈ ഒരു നിയമത്തിന്റെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ 1988 നിയമമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നിയമം ഇതായിരിക്കുമോ? അല്ല, കാരണം ഇത്രയും വർഷമല്ലേ. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഏത് കൊല്ലമാ? അപ്പൊ അത് കഴിഞ്ഞ് ഇത്രത്തോളം കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇന്ത്യയിൽ അഴിമതി തടയാൻ വേണ്ടി കൊണ്ടുവന്ന ആദ്യത്തെ നിയമം, അതായത് ഇതേ ഫ്രെയിംവർക്കിൽ വരുന്ന ഒരു നിയമം എന്ന് പറയുന്നത് 1947 അഴിമതി നിരോധന നിയമമാണ്. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ആന്റി കറപ്ഷൻ ലെജിസ്ലേഷൻ വരുന്നത്, ഒരു ഡെഡിക്കേറ്റഡ് ലെജിസ്ലേഷൻ, അഴിമതിക്കെതിരെയുള്ള പക്ക ആ ഒരു കാര്യം മാത്രം മുൻനിർത്തിയുള്ള ഒരു ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1947 ആണ്. അതിനു മുന്നേയും അഴിമതി തടയാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ IPCയിലെ സെക്ഷൻ 161 മുതൽ 165 വരെയുള്ള സെക്ഷൻസിൽ അഴിമതി തടയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ IPC 1860 ഉള്ള നമ്മുടെ IPCയിലെ സെക്ഷൻസ് 161 മുതൽ 165 വരെയുള്ള പ്രൊവിഷൻസ് അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി വന്ന ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് 1947 അഴിമതി നിരോധന നിയമമാണ്. ഓക്കെ ആണേ? ഓക്കെ, പ്രയോർ ടു ദിസ് അപ്പൊ നമുക്കറിയാം, കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന 1947 ആദ്യത്തെ നിയമമാണ്. പിന്നെ അതേപോലെ തന്നെ സെക്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ലെജിസ്ലേഷൻ ഓർത്ത് വെച്ചോളുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ആന്റി കറപ്ഷൻ ലെജിസ്ലേഷൻ എനാക്ടഡ് ഇൻ ഇന്ത്യ വാസ് ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1947. പ്രയോർ ടു ദിസ് IPCയിൽ ഉള്ള ഫ്രെയിംവർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ 161 മുതൽ 165 വരെയുള്ള സെക്ഷൻസ് ആണ് പൊതുസേവകന്റെ, പബ്ലിക് സർവൻസിന്റെ കറപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത നിലവിൽ വന്നത് ഇതേ വർഷം തന്നെ 1988 സെപ്റ്റംബർ 9 തീയതിയാണ് അഴിമതി നിരോധന നിയമം 1988 നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഈ അഴിമതിയിൽ വരുന്നത്? കൈക്കൂലി കൊടുക്കുന്നത്, കൈക്കൂലി വാങ്ങുന്നത്,
അനധികൃതമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, പബ്ലിക് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെർവൻറ്റിൻ്റെ പബ്ലിക് ഡ്യൂട്ടി ഇംപ്രോപ്പറായി ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയോ ഒക്കെ പൈസയോ അല്ലെങ്കിൽ കൈക്കൂലിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഫ്രീ ബീസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നൽകുന്നതും വാങ്ങുന്നതും എല്ലാം എന്തായി കണക്കാക്കാം? അഴിമതിയായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. Corruption refers to dishonest or illegal conduct by persons in positions of authority. അതായത് പബ്ലിക് സെർവൻറ്റ് അല്ലെങ്കിൽ പൊതുസേവകർ ഇൻക്ലൂഡിങ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് അതർ മാനേജേഴ്സ്. നമ്മുടെ ഈ ആക്ടിൽ നമ്മളിനി ഡെഫിനേഷൻസ് പഠിക്കും. നമ്മൾ എല്ലാ ആക്ടിലും ഡെഫിനേഷൻസ് പഠിച്ചു. നമ്മുടെ ഈ ആക്ടിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഡെഫിനേഷൻ എന്ന് പറയുന്ന പബ്ലിക് സെർവൻറ്റിനെ കുറിച്ചാണ്. ആരൊക്കെയാണ് പൊതുസേവകർ? നമ്മൾ ഇതിന് മുന്നേ ഉള്ള ആക്ടുകളിലൊക്കെ പബ്ലിക് സെർവൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അത് വെറും ഈ പറയുന്ന ഒരു 2-3 പോയിന്റ് ഒക്കെ മാത്രം വരുന്നതായിരുന്നു, അല്ലെങ്കിൽ ഒരു 3 സെന്റൻസിലൊക്കെ തന്നെ നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു ആക്ടിൽ നമ്മൾ ഇനി പൊതുസേവകർ ആരൊക്കെയാണെന്നൊക്കെ പഠിക്കും. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടെന്നല്ല, ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കുറേ അധികം ആൾക്കാരുണ്ട്. അവർ ആരൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. Positions of authority including government officials and other managers for personal gain. Examples include giving, taking or accepting improper gifts and bribes, smuggling, rigging elections and cheating voters. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ചാപ്റ്ററുകളുടെ എണ്ണവും സെക്ഷനുകളുടെ എണ്ണവും ഞാൻ പറഞ്ഞായിരുന്നു തുടക്കത്തിൽ. ഇച്ചിരി കുറച്ചധികം വലിയ നമ്മുടെ ഒരു ആക്ട് ആണ് ഇതെന്ന് പറഞ്ഞായിരുന്നു. അതെ, 31ഓളം സെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ 6 ചാപ്റ്ററുകളും ഉണ്ട്. ഇപ്പോൾ 4A എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെയാണ് 6 ചാപ്റ്ററുകൾ ഉള്ളത്. അതേപോലെ തന്നെ 31 സെക്ഷൻ. അഴിമതി നിരോധന നിയമം 1988 6 ചാപ്റ്റേഴ്സ് ഉണ്ട്, 31 സെക്ഷൻസ്. 6 ചാപ്റ്റർ, 31 സെക്ഷൻസ്. ഓർത്ത് വെച്ചേലുക, മാറിപ്പോകരുത്. ഇനി 2 പ്രാവശ്യമാണ് ഇത് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 2013-ലും 2018-ലും. 2013-ലും 2018-ലുമാണ് അഴിമതി നിരോധന നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്. നമ്മുടെ നിലവിൽ വന്ന ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1988 സെപ്റ്റംബർ 9-ാം തീയതിയാണ് നിലവിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി ആക്ടിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രാരംഭികം അഥവാ പ്രിലിമിനറി. അപ്പോൾ അതിൽ നോർമലി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. ഇതാണ് പൊതുവെ പറയാറ്. ഇവിടുത്തെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് അഴിമതി നിരോധന നിയമം 1988 ഷോർട്ട് ടൈറ്റിലും അതേപോലെ തന്നെ എക്സ്റ്റെൻഡുമാണ് പറയുന്നത്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, അതായത് ഇതിന്റെ പേരും അതേപോലെ തന്നെ ഇതിന്റെ എക്സ്റ്റെൻഡ് എന്താണ്. സോ നമുക്കറിയാം പേരെന്താണ്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988. അതാണ് നിയമം, അല്ലെ? അതാണ് ഈ ഒരു നിയമത്തിന്റെ പേര്. ഇനി അടുത്ത എക്സ്റ്റെൻഡിന്റെ കേസ് പറയുവാണെങ്കിൽ, നോർമലി നമ്മുടെ നിയമങ്ങളിലൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യ മുഴുവനും വാലിഡ് ആണ്. നമ്മുടെ ഈ ഒരു നിയമം അങ്ങനെ ആയിരിക്കത്തില്ലേ? ഇന്ത്യ മുഴുവനും വാലിഡ് ആണ്, അതിൽ ഡൗട്ടില്ല. പക്ഷെ ഞാനൊരു സിനാരിയോ പറയട്ടെ. ഒരു ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥൻ, നമ്മുടെ ഒരു IFS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിംഗ് വരുന്നത്. അപ്പം അദ്ദേഹം അവിടെ ഒരു അഴിമതി ചെയ്തു. നമ്മുടെ ഈ ഒരു നിയമപ്രകാരം അതും തെറ്റല്ലേ? തെറ്റല്ലേ എന്നല്ല, തെറ്റാവണ്ടേ, അല്ലേ? അപ്പം അതും കണക്കാക്കണം, ആ ഒരു സിനാരിയോയും വരണം. അപ്പോൾ ഇതിലൊരു ചെറിയൊരു വ്യത്യാസവും കൂടെ ഉണ്ട്. ഇന്ത്യക്ക് അകത്ത് മാത്രമെന്നല്ല, ഇന്ത്യക്ക് അകത്ത് വാലിഡാണ്. അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഇതേ കാര്യം വാലിഡാണ്. അല്ല എങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ പറയുന്ന കൈക്കൂലി കൊടുക്കുന്ന ആൾക്കാർക്ക്, ഈ ഉദ്യോഗസ്ഥർ, ഈ പബ്ലിക് സർവൻസ് വേറെ ഏതെങ്കിലും രാജ്യത്താവുമ്പോൾ അവിടെ കൊണ്ടുപോയി ഈ പറയുന്ന കൈക്കൂലി കൊടുത്താൽ പോരെ, ഇല്ലേ? എളുപ്പമാവത്തില്ലേ? അപ്പൊ ആ ഒരു ലൂപ്പ് ഹോളൊന്നും ഒരിക്കലും വരരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഈ പറയുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ ഇന്ത്യ മുഴുവനും ഉണ്ട്. അതേപോലെ തന്നെ ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ. ഈ ഒരു കാര്യം എടുത്ത് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഡിഗ്രി മെയിൻസിന് എടുത്ത ക്ലാസ്സുകളിലുള്ള ഇമ്പോർട്ടൻ്റ് ആക്സിലൊന്നും ഈ ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ്. ഇതിൽ കമൻസ്മെന്റ് വരുന്നില്ല. കമൻസ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നില്ല, കാരണം ഓൾറെഡി ഉള്ള കാര്യമാണല്ലോ. ഈ പറയുന്ന അഴിമതിക്ക് വേണ്ടി ഓൾറെഡി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിയമം ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഡെഫിനേഷൻസിലേക്ക് പോവാം. സെക്ഷൻ 2 ആണ് ഡെഫിനേഷൻസ്. എല്ലാ ആക്ടിലും സെക്ഷൻ 2 തന്നെയാണ് ഡെഫിനേഷൻസ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഡെഫിനേഷൻസ് കുറച്ചധികം ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള ആക്ട് പോലെയല്ല, ഡെഫിനേഷൻസ് കുറച്ച് ലെങ്തി ആണ്.
പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, എലക്ഷൻ ഇതൊക്കെ നമുക്ക് അറിയാന്നുള്ള കാര്യമല്ലേ? അതെ, നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ നിയമസഭാ എലക്ഷൻ, നമ്മുടെ പാർലമെന്റ് എലക്ഷൻ, അതേപോലെ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എലക്ഷൻ, അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു അതോറിറ്റി നടത്തുന്ന എലക്ഷൻസ്, ഈ എലക്ഷൻസിനെ എല്ലാം ചേർത്ത് തന്നെയാണ് നമ്മുടെ ഈ എലക്ഷൻ, ഈ ഒരു നിയമത്തിലെ എലക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, ഇപ്പൊ ഈ നിയമസഭാ എലക്ഷനും പാർലമെന്റ് എലക്ഷൻ മാത്രമല്ല, മറ്റേതൊരു അതോറിറ്റിയും നടത്തുന്ന എലക്ഷനായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഈ എലക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ പറയും ഈ എലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം അഴിമതികൾ വരാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു നിയമത്തിൽ ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എലക്ഷൻ മീൻസ് എനി എലക്ഷൻ, അതിപ്പോൾ പറയുന്ന MP അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഏതൊരു പൊതു അതോറിറ്റി. ഇനി അടുത്തത് പബ്ലിക് ഡ്യൂട്ടി. അതെന്താ ഈ പബ്ലിക് ഡ്യൂട്ടി? ഈ ഒരു ടേമും നമ്മൾ മറ്റ് ഡെഫിനേഷൻസിലൊന്നും പറഞ്ഞിട്ടില്ല. ഡിഗ്രി മെയിൻസിന്റെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആക്ടുകളിലൊന്നും പബ്ലിക് ഡ്യൂട്ടി പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ പബ്ലിക് ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് സെർവൻറ്റിന്റെ ഡ്യൂട്ടിയാണ് പബ്ലിക് ഡ്യൂട്ടി. ഓക്കെ അല്ലേ? നമ്മുടെ പബ്ലിക് സെർവൻറ്റ്, നമ്മുടെ പൊതുസേവകരുടെ അവരുടെ ചുമതല തന്നെയാണ് പബ്ലിക് ഡ്യൂട്ടി. പക്ഷെ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ആക്റ്റിലുള്ള ഡെഫിനേഷൻ അങ്ങനെയല്ല. ഇപ്പം ആക്റ്റിലുള്ള ഡെഫിനേഷൻ എന്താന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് അതോറിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് എന്നുള്ളൊരു അതോറിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പബ്ലിക്കിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കൊക്കെ താല്പര്യമുള്ള ഒരു ചുമതല എന്നൊക്കെ ഉള്ള ഒരു ഡെഫിനേഷനാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇത്രയേ ഉള്ളൂ. പൊതുസേവകരുടെ ചുമതല, പബ്ലിക് സർവൻസിന്റെ ചുമതല, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധം വരുന്ന ആൾക്കാരുടെ ചുമതലകളാണ് വരുന്നത്. means a duty in the discharge of which the state, the public and the community at large has an interest. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാലേ, ഈ സ്റ്റേറ്റ് നമുക്കറിയാം, സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന കാര്യം നമ്മൾ കുഞ്ഞിലെ സ്കൂൾ ക്ലാസ് തൊട്ട് പഠിക്കുന്ന സമയത്ത് ഈ പൊളിറ്റിയിലേക്ക് ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ സിവിക്സിൻ്റെയൊക്കെ ടെക്സ്റ്റുകളിൽ ടീച്ചർമാർ പറയും സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം അല്ല അല്ലെങ്കിൽ ഒരു രാജ്യമല്ല. സ്റ്റേറ്റിൻ്റെ അകത്ത് വരുന്ന എല്ലാ അതോറിറ്റീസും എല്ലാ ഉദ്യോഗസ്ഥരുടെയും സർക്കാരിൻ്റെ ഭാഗമായി വരുന്ന എല്ലാ കാര്യങ്ങളെയും സ്റ്റേറ്റ് അതോറിറ്റി അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൺട്രോളിലോ ഓൺ ചെയ്യുന്നയോ അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ ഈവൻ ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എയ്ഡ് മേടിക്കുന്ന ഒരു സ്ഥാപനം വരെ ചേർത്താണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതേ കാര്യം തന്നെയാണ് ഇവിടെയും. അപ്പം ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ് ആക്ടിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ആക്ടിന്റെ ബേസിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഏതൊരു സ്ഥാപനം അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലോ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കീഴിൽ ഒന്നെങ്കിൽ ആ ഒരു സ്ഥാപനം കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഫിനാൻസ് ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു ഓർഗനൈസേഷൻ, ഏതൊരു അതോറിറ്റിനെയും നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ടോ. അപ്പോൾ സ്റ്റേറ്റിന്റെ കമ്പനി എന്നൊക്കെ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന കമ്പനിയാണ് എങ്കിൽ നമുക്കറിയാവുന്ന കാര്യം തന്നെ. ഇതിന് മുന്നേ ഉള്ള 1-2 ആക്ട്സിൽ ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 ബേസിസിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും 1956 കമ്പനീസ് ആക്ടിന്റെ ബേസിസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇനി അടുത്ത പബ്ലിക് സർവൻറ്റ്, പൊതുസേവകർ. അപ്പൊ എന്താണ് പൊതുസേവകർ? അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് വരും, അതിലെന്താ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് അല്ലേ? നമ്മുടെ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർ, അവരുടെ അല്ലേ പബ്ലിക് സർവൻറ്റ് എന്ന് പറയാം എന്നും തോന്നാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇന്ന് എക്സാമിന് ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആക്ട് പഠിച്ച ആൾക്ക് മാത്രമേ എഴുതാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള ജീവനക്കാർ മാത്രമല്ല, മറ്റ് കുറേ ആൾക്കാരും ഈ പറയുന്ന പബ്ലിക് സർവൻസ് ആയിട്ട് വരും. ജഡ്ജിമാർ പബ്ലിക് സർവൻ്റ് അല്ലേ? ഇപ്പൊ നമ്മുടെ പല വർക്ക്സ് നടക്കുന്നു. ഇപ്പൊ സെൻസസിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നു. ഇപ്പൊ ഇതിൻ്റെയൊക്കെ പിറകിലുള്ള മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ, നമ്മുടെ ഹൗസ് ലിസ്റ്റിംഗ് ഒക്കെ കാര്യങ്ങൾ വന്നായിരുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ ബാക്ക് എൻഡിൽ വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെല്ലാം കോൺട്രാക്ട് ബേസിസിലൊക്കെ വരുന്ന ആൾക്കാരാണ്. ഇവരെന്താ പബ്ലിക് സർവൻസ് അല്ലേ? ഇവരും പൊതുസേവകരല്ലേ?
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഏതൊക്കെ ആൾക്കാരാണ് അത് എന്ന് നമുക്ക് നോക്കാം. പൊതുസേവകർ അഥവാ പബ്ലിക് സർവൻസ്. എനി പേഴ്സൺ ഇൻ ദ സർവീസ് ഓർ പേ ഓഫ് ദ ഗവൺമെന്റ്, അതായത് സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റുന്ന ഏതൊരു വ്യക്തിയും, ഓർ റെമ്യൂണറേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ബൈ ഫീസ് ഓർ കമ്മീഷൻ ഫോർ ദ പെർഫോമൻസ് ഓഫ് എനി പബ്ലിക് ഡ്യൂട്ടി, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഈവൻ ശമ്പളം കൈപ്പറ്റാത്ത വ്യക്തിയും പബ്ലിക് സർവൻസ് ആയി വരാറുണ്ട് കേട്ടോ. പബ്ലിക് സർവൻസ് ആയിട്ട് ശമ്പളം കൈപ്പറ്റാത്ത വ്യക്തികളും വരാറുണ്ട്. ഇനി എനി പേഴ്സൺ ഇൻ ദ സർവീസ് ഓഫ് പേ ഓഫ് എനി ലോക്കൽ അതോറിറ്റി, ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്കകത്തൊക്കെ വരുന്ന അല്ലെങ്കിൽ ആ ഒരു സർവീസിൽ വരുന്ന ആൾക്കാർ, അവരും പൊതുസേവകരല്ലേ. ഇനി സെൻട്രൽ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ് ആക്ടിന്റെ ബേസിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഏതൊരു സ്ഥാപനം അല്ലെങ്കിൽ ഏതൊരു കോർപ്പറേഷനോ കമ്പനിയോ ബോഡിയോ ആയിക്കോട്ടെ, അതിന്റെ സാലറിയിൽ അല്ലെങ്കിൽ അതിനകത്ത് സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അതേപോലെ തന്നെ സർക്കാരിന്റെ കീഴിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു കമ്പനി ഓൺ ചെയ്യുകയോ ഫിനാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതോ ആയ ഒരു സ്ഥാപനത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും വരുന്നതാണ്. ഇനി എനി ജഡ്ജ് ഇൻക്ലൂഡിങ് എനി പേഴ്സൺ, ഏതൊരു ജഡ്ജിയും വരും അല്ലേ. നമ്മുടെ ജഡ്ജിമാരെല്ലാം വരത്തില്ലേ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ജഡ്ജിമാരാണെങ്കിലും അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നടത്താൻ അധികാരമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെസിഗ്നേറ്റഡ് അതോറിറ്റീസ്, കൺസേൺഡ് അതോറിറ്റീസ്, ഇവരെല്ലാവരും പൊതു സർവൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ എനി ജഡ്ജ് ഇൻക്ലൂഡിങ് എനി പേഴ്സൺ എംപവേർഡ് ബൈ ലോ ടു ഡിസ്ചാർജ് വെദർ ബൈ ഹിംസെൽഫ് ഓർ ആസ് എ മെമ്പർ ഓഫ് എനി ബോഡി ഓഫ് പേഴ്സൺസ് ഓർ അഡ്ജുഡിക്കേറ്ററി ഫംഗ്ഷൻസ്. ഇപ്പൊ ചിലപ്പോൾ ഈ പറയുന്ന ജഡ്ജിമാരെ ഏതെങ്കിലുമൊക്കെ, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ലോക്പാല്, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് ചെയർമാൻ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഈ ജഡ്ജിമാരാണ്. ഒന്നെങ്കിൽ ഈ ജഡ്ജ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഒക്കെ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി, അല്ല എങ്കിൽ ഇതേ വ്യക്തികൾ തന്നെ ഏതെങ്കിലുമൊക്കെ ബോഡീസ്, ഏതെങ്കിലുമൊക്കെ കമ്മീഷൻസിന്റെ തലപ്പത്ത് ഇരിക്കുന്നവരായിരിക്കും. അവരും പൊതുസേവകരാണ്. ഇനി എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ എ കോർട്ട് ഓഫ് ജസ്റ്റിസ് ടു പെർഫോം എനി ഡ്യൂട്ടി, ഏതൊരു ചുമതലയും ഏതെങ്കിലും നമ്മുടെ കോടതി ഉത്തരവ് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ചുമതല നൽകുന്നു. ആ ഒരു വ്യക്തിയും എന്താണ്? പൊതുസേവകനാണ്. അദ്ദേഹത്തിനും എന്തുണ്ട്? പബ്ലിക് ഡ്യൂട്ടി ഉണ്ട്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു കമ്മ്യൂണിറ്റി അറ്റ് എ ലാർജ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവരുടെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ലേ. Okay, in connection with the administration of justice, including a liquidator, receiver, commissioner appointed by such court. ഇപ്പൊ റിസീവർ, കമ്മീഷണർ, അതൊക്കെ കമ്മീഷണർ നിങ്ങൾക്ക് അറിയാം, ഇത് കോമൺ ആയിട്ടുള്ള. റിസീവർ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള, ഈ സിനിമകളിലൊക്കെയാണ് നമ്മൾ ഈ റിസീവർമാരെ പറ്റി കേട്ടിട്ടുള്ളത്. അതായത് കോടതി ഉത്തരവ് പ്രകാരം ഈ തർക്കത്തിലൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളില്ലേ, തർക്കത്തിലൊക്കെ കിടക്കുന്ന പ്രോപ്പർട്ടീസ്, അപ്പൊ ഈ പ്രോപ്പർട്ടീസിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാരാണ് റിസീവർ. കോടതി ഉത്തരവ് പ്രകാരം കോടതി റിസീവർ ആയിട്ട് ഇന്നാളെ വെച്ചെന്നൊക്കെ ഉള്ള കുറെ സിനിമകൾ, നമ്മുടെ സാധാരണ കുറെ മലയാള സിനിമകളിലൊക്കെ ഈ റിസീവർമാർ, ആ സംഭവം തന്നെയാണ് ഈ റിസീവർ, ഡൗട്ടില്ല. ഇനി ലിക്വിഡേറ്റർ, അത് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അതെന്ന് പറഞ്ഞാലേ ഒരു തർക്കത്തിൽ കിടക്കുന്ന ഒരു വസ്തു, തർക്കത്തിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി, അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യണം. ആ ഒരു പ്രോപ്പർട്ടി വിറ്റ് ഈ കുറച്ച് ആൾക്കാർക്ക് പൈസ നൽകണം. ചിലപ്പോൾ ഗവൺമെന്റിനായിരിക്കും പൈസ നൽകേണ്ടത്, അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും കക്ഷികൾക്കായിരിക്കും ഒക്കെ പൈസ നൽകേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി, പ്രോപ്പർട്ടി എന്ന് മാത്രമല്ല ഏതൊരു അസറ്റ് വേണമെങ്കിലും ആവാം, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രോപ്പർട്ടി പറഞ്ഞു. അപ്പോൾ ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ ഈ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് നടത്തി ഈ പറയുന്ന ആ ഒരു കക്ഷികൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് ആ ഒരു പൈസ നൽകാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ലിക്വിഡേറ്റർ. ഓക്കെ, ഒരു അസറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കത്തിൽ കിടക്കുന്ന ഒരു അസറ്റ് വിറ്റ് ആ ഒരു പൈസ എവിടെയാണോ എത്തേണ്ട ആ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ എത്തിക്കേണ്ട ആ സ്ഥലത്ത് എത്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആ പറയുന്ന ആൾക്കാർക്ക് നൽകുന്ന ആളാണ് ലിക്വിഡേറ്റർ. ഇനി ഏതൊരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഏതൊരു ആർബിട്രേറ്റർ ഓർ അതർ പേഴ്സൺ ടു ഹൂം any cause or matter has been referred for decision or report by a court of justice or a competent public authority. അതായത് നമ്മുടെ ഈ പറയുന്ന കോടതി ചുമതലപ്പെടുത്തി ഏതെങ്കിലും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അല്ലെങ്കിൽ കോടതി ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഏതൊരു വ്യക്തിയും എന്താണ്? പബ്ലിക് സർവന്റ് ആണ്. ഇനി
Any person who holds an office by virtue of which he is empowered to prepare, publish, maintain or revise an electoral roll. നമ്മുടെ ഇലക്ടോറൽ റോളുമായി ബന്ധപ്പെട്ട ചുമതല ഉള്ള ആൾക്കാർ, അപ്പോൾ ഈ ഇലക്ടോറൽ റോള് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തുന്ന, അല്ലെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എന്താണ്? പബ്ലിക് സർവൻസ് ആണ്. കണ്ടോ, വീണ്ടും ഇലക്ഷനെ പറ്റി പറയുന്നില്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇലക്ഷൻസ് തന്നെയാണ്. ഈവൻ പാർട്ടിക്കകത്തൊക്കെ വരുന്ന ഇലക്ഷൻസ്, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് വരുന്ന ഇലക്ഷൻസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. Any person who holds an office by virtue of which he is authorized or required to perform any public duty. അതിൽ നമുക്ക് ഡൗട്ട് ഇല്ലാത്ത കാര്യം. നെക്സ്റ്റ്, ഇനി കുറച്ച് ഒരു വലിയൊരു പോയിന്റാ. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയൊക്കെ ആവും. വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മുടെ സർക്കാർ, അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ് റിസീവ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ ആയ, അല്ല എങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിലുള്ള ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം, നമ്മുടെ കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി, ആ ഒരു കമ്പനി ഓൺ ചെയ്യുകയോ കൺട്രോൾ ചെയ്യുകയോ ഫിനാൻസ് ചെയ്യുകയോ ആയ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ്, ബാങ്കിങ്, ഈ പറയുന്ന 4 സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന സൊസൈറ്റീസ്, രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ, ഇതിൻ്റെ ഓഫീസ് ബിയറർ, സെക്രട്ടറിയും ചെയർമാനും മറ്റ് അംഗങ്ങളും, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവരെല്ലാവരും എന്താണ്? പൊതുസേവകരാണ്, അല്ലേ? ഒരു രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സർക്കാരിൻ്റെ ഗ്രാൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനും സെക്രട്ടറിയൊക്കെ പബ്ലിക് സർവൻസ് അല്ലേ? അത് തന്നെ, അതേ എത്രയും മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എനി പേഴ്സൺ ഹു ഈസ് ദ പ്രസിഡന്റ്, സെക്രട്ടറി ഓർ ഓഫീസ് ബിയറർ ഓഫ് എ രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പം ഈ 4 സെക്ടേഴ്സ് പറയുന്നുണ്ട് എങ്കിലും ഇത് മാത്രമല്ല, വേറെ ഏതെങ്കിലും സെക്ടേഴ്സിൽ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും ഗവൺമെന്റുമായി ബന്ധമുണ്ടോ, അതായത് ഇത് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺ ചെയ്യുകയോ ആയിട്ടുണ്ട് എങ്കിൽ, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഗവൺമെന്റ് ആവാം, ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളാവാം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ എന്താണ്? അങ്ങനെ വരുവാണെങ്കിൽ ഈ പറയുന്ന സ്ഥാപനത്തിലെ, ഈ പറയുന്ന സൊസൈറ്റിയിലെ ഓഫീസ് ബിയറേഴ്സും പബ്ലിക് സർവൻസ് ആണോ? Receiving or having received any financial aid from the central government or a state government or from any corporation established under a central, provincial or state act or any authority or body on. ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന സെൻട്രൽ, പ്രൊവിൻഷ്യൽ ഓർ സ്റ്റേറ്റ് ആക്ടിന്റെ ബേസിസിൽ ഫോം ചെയ്ത ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഫോം ചെയ്ത ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി or any authority or body owned or controlled or aided by the government or a government company as defined in section 617. 617 ഒന്നും ഓർക്കണ്ട, പക്ഷെ ഇത് ഓർത്തു വെച്ചോ, കമ്പനീസ് ആക്ട് 1956. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ബോർഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ PSC തന്നെ എടുക്കാം. നമ്മുടെ PSC ചെയർമാനും മെമ്പർമാരും അതേപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും പൊതുസേവകരല്ലേ? അല്ലേ? ഈ പറയുന്ന നമ്മുടെ PSC അല്ലെങ്കിൽ നമ്മുടെ UPSC എടുക്കാം. ഈ പറയുന്ന UPSC അല്ലെങ്കിൽ PSCയുടെ ചെയർമാനും മെമ്പറും മറ്റുദ്യോഗസ്ഥരും എല്ലാം പൊതുസേവകർ തന്നെയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന സർവീസ് കമ്മീഷൻസ് അല്ലെങ്കിൽ സർവീസ് ബോർഡ്, ഈ ബോർഡുകൾ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഫോം ചെയ്തു ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി, ഈ കമ്മീഷന് വേണ്ടി എക്സാമിനേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു ആവശ്യം നടത്താൻ വേണ്ടി നമ്മുടെ ഈ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോർഡ് വേറൊരു കമ്മിറ്റിയെ ഫോം ചെയ്തു. അങ്ങനെ വരുന്ന ഒരു കമ്മിറ്റിക്കകത്തുള്ള സെക്രട്ടറിയും ചെയർമാനും അവരും എന്താണ്? പബ്ലിക് സർവൻസ് അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പല കമ്മീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് പല കമ്മീഷൻസിൻ്റെ അകത്തും കമ്മിറ്റീസ്, ഇപ്പം നമ്മുടെ വനിതാ കമ്മീഷൻ്റെ ഒക്കെ കേസൊക്കെ പറഞ്ഞ സമയത്ത് വനിതാ കമ്മീഷനൊക്കെ പല എക്സ്പേർട്ട് കമ്മിറ്റികളെ വെക്കാനൊക്കെ ഉള്ള അധികാരമുണ്ട്. അപ്പം അങ്ങനെ വനിതാ കമ്മീഷൻ വെക്കുന്ന എക്സ്പേർട്ട് കമ്മിറ്റികൾ അവരുടെ റിപ്പോർട്ട് വനിതാ കമ്മീഷൻ അംഗീകരിച്ച് കഴിയുന്ന സമയത്ത് അത് വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടാണ് അല്ലേ? അപ്പൊ ഇതേ കമ്മിറ്റി, വനിതാ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്ന വേറൊരു എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരും എന്താണ്?
നമ്മുടെ പൊതുസേവകരാണ് അല്ലേ, അവരും പൊതുസേവകരാണ്. അപ്പൊ അതേപോലെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പൊ എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റിന്റെ കാര്യം മാത്രമേ ആക്ടിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അല്ലെങ്കിൽ നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അല്ലെങ്കിൽ പ്രൊഫസർ അല്ലെങ്കിൽ മറ്റ് ഗവർണിംഗ് ബോഡി എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ കേരളത്തിലാണെങ്കിൽ സിൻഡിക്കേറ്റ് എന്ന് പറയുവേ. ഇപ്പോൾ സിൻഡിക്കേറ്റ് റീഡർ, ലെക്ചറർ അല്ലെങ്കിൽ ടീച്ചർ, എംപ്ലോയി എന്തോ ആയിക്കോട്ടെ, അല്ല എങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ലെക്ചറർ. അപ്പോൾ ആ ഒരു ഗസ്റ്റ് ലെക്ചററിൻ്റെ സേവനം നമ്മുടെ യൂണിവേഴ്സിറ്റി എടുക്കുന്നു പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു എക്സാമിനർ, പുറത്തുനിന്നുള്ള ഒരു എക്സാമിനർ, ആ ഒരു എക്സാമിനറിൻ്റെ സേവനം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നു യൂണിവേഴ്സിറ്റി. അപ്പം അങ്ങനെ വരുവാണെങ്കിലും ഇവരെല്ലാവരും എന്താണ്? പബ്ലിക് സർവൻസ് തന്നെയാണ്. ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ബാക്കി നോക്കാം. ഇനി നമ്മുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, ഇപ്പം ഈ പറയുന്ന സർക്കാരുകളുടെ കീഴിൽ ഈ സർക്കാരുകൾ ഓൺ ചെയ്യുകയോ ഫിനാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ എയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നയോ ആയ എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക്, സോഷ്യൽ, കൾച്ചറൽ ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാരവാഹികൾ അതായത് ഇവരുടെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഫീസ് ബിയറേഴ്സ് എല്ലാവരും എന്താണ്? പബ്ലിക് സർവൻസ് ആണ്. എനി പേഴ്സൺ ഹു ഈസ് എൻ ഓഫീസ് ബിയറർ ഓർ എൻ എംപ്ലോയി ഓഫ് എൻ എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക്, social, cultural or other institution in whatever manner established, എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിക്കോട്ടെ, റിസീവിങ് ഓർ ഹാവിങ് എയ്ഡ്, ഇതാണ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടുന്നുണ്ടെങ്കിലോ എന്തായിരിക്കണം? ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസ് ബിയറേഴ്സും മറ്റ് എംപ്ലോയീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താണ്? പബ്ലിക് സർവൻസ് ആണ്. യാതൊരുവിധ സംശയവുമില്ല. ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ ഓർ അതർ പബ്ലിക് അതോറിറ്റി. ഇനി അൺഡ്യൂ അഡ്വാൻറ്റേജ്. അൺഡ്യൂ അഡ്വാൻറ്റേജ് അപ്പോൾ എന്തായിരിക്കും? നമ്മളിപ്പോൾ പറയുന്ന ആക്ട് എന്ന് പറയുന്ന അഴിമതി നിരോധന നിയമമല്ലേ. അപ്പോൾ അൺഡ്യൂ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കൈക്കൂലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി, ഇതിനെയാണ് അൺഡ്യൂ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള റെമ്യൂണറേഷൻ അല്ലാണ്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ബാക്കി എല്ലാ വരുമാനം അല്ലെങ്കിൽ ബാക്കി എല്ലാ സ്വത്ത് വകകളെയും, സ്വത്തും ക്യാഷും, ഇതിനെല്ലാം നമുക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാം. ലീഗൽ അല്ലാത്ത ഏതൊരു വരവിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അൺഡ്യൂ അഡ്വാൻറ്റേജ്. അത് പൈസ ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യം ആയിക്കോട്ടെ, ഈവൻ ഒരു സർവീസ് പോലും നമുക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇപ്പം മീൻസ് എനി ഗ്രാറ്റിഫിക്കേഷൻ വാട്ട് എവർ അതർ ദാൻ ലീഗൽ റെമ്യൂണറേഷൻ, ലീഗൽ റെമ്യൂണറേഷൻ അല്ലാണ്ട് വരുന്ന ഏതൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ അതിൽ പറയാനുള്ളത്, ഈ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പൈസ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം തന്നെ, പൈസ മാത്രമല്ല മറ്റ് തരത്തിലുള്ള ഈ കൈക്കൂലി എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ല, മറ്റു തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഫ്രീ ആയിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വത്ത് വകകളൊക്കെ തരുന്നതോ, ഇതെല്ലാം എന്തായിട്ട് തന്നെയാണ്? കൈക്കൂലി അല്ലെങ്കിൽ അഴിമതി ആയിട്ട് തന്നെ കണക്കാക്കുന്നതാണ്. അതേപോലെ തന്നെ ലീഗൽ റെമ്യൂണറേഷൻ. ഈ ലീഗൽ റെമ്യൂണറേഷനിൽ നമ്മുടെ ഈ എക്സാക്ട് സാലറി മാത്രമല്ല, സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എല്ലാ വരവിനെയും, അതായത് പറയുന്ന ഒരു ബേസിക് സാലറി മാത്രമല്ല, മറ്റെല്ലാം ഈ ബേസിക് സാലറി, അലവൻസുകൾ, അത് മാത്രമല്ല മറ്റ് പല പല കാര്യങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കിട്ടും. അപ്പം അങ്ങനെയുള്ള, അതായത് നിയമപരമായി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിച്ചു നിർത്തുന്നതാണ് അൺഡ്യൂ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ലീഗൽ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പം സാലറി മാത്രമല്ല, സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. നമുക്കതൊന്ന് നോക്കാവേ. ദ എക്സ്പ്രഷൻ ലീഗൽ റെമ്യൂണറേഷൻ. ഇപ്പം ഇതൊക്കെ എന്താണെന്നൊക്കെ വെച്ചിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ലീഗൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ് 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ തരാം. നല്ല ഏകദേശം സിമിലർ ആയിട്ടൊക്കെ ഉള്ള വേർഡിങ്സ് ഒക്കെ തന്നെയായിരിക്കും 4 സ്റ്റേറ്റ്മെൻറ്റിലും. പക്ഷേ ഇത് ആയിരിക്കും അതിൽ ഉത്തരം വരുന്നത്. is not restricted to remuneration paid to the public servant but includes all remuneration which he is permitted by the government or the organization which he serves to receive.
അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും വരും. പിന്നെ ഇതിൽ പുറമേ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഈ നിങ്ങൾക്കറിയാം ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്നൊക്കെ പറയുമ്പോൾ സാലറി മാത്രമല്ല, ഇപ്പോൾ പബ്ലിക് സർവൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയണത്, അതായത് സർക്കാർ ജീവനക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഈ കണക്കിൽപ്പെടാത്ത സ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ സമയത്ത് ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമല്ല, ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു 3-4 വീടൊക്കെ ഉണ്ടാവാം. അപ്പോൾ മറ്റ് വീടുകൾ ചിലപ്പോൾ എന്തെങ്കിലും ലീസിനോ റെന്റിനോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ചിലപ്പോൾ വരുമാനം കിട്ടും. അതും ലീഗലായിട്ട് വരുന്ന ഒരു എമൗണ്ട് ആയിട്ട് തന്നെയാണ്, അത് ഇല്ലീഗലായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കുന്നില്ല. അതേപോലെ FD അങ്ങനെയുള്ള പല ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ കാണും. ആ ഇൻവെസ്റ്റ്മെന്റ് അതിൽ നിന്നൊക്കെ ഉള്ള വരുമാനവും ഒരിക്കലും ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടോ കൂട്ടത്തില്ല. കണക്കിൽ പെടാത്ത സ്വത്ത് വരുന്ന സമയത്താണ് അതൊരു അഴിമതി ആവുന്നത്. കണക്കിൽ പെടാത്ത സ്വത്ത്, പ്രോപ്പർ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ലോഫുൾ ആയിട്ടുള്ള കണക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഒരിക്കലും അത് കണക്കിൽ പെടാത്ത സ്വത്താവത്തില്ല. ഇനി ചാപ്റ്റർ 2 അപ്പോയിൻമെന്റ്സ് ഓഫ് സ്പെഷ്യൽ ജഡ്ജസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ഈ ആക്ടിൽ മാത്രം വരുന്ന കുറേ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ സ്പെഷ്യൽ ജഡ്ജസിന്റെ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിന് അല്ല എങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിന്റെ ട്രയൽ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടത്താൻ വേണ്ടി സ്പെഷ്യൽ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസുകളുടെ പ്രൊസീഡിങ്സ് നടത്താൻ വേണ്ടി എന്ത് ചെയ്യാവുന്നതാണ്? എന്ത് ചെയ്യാം? ഈ പറയുന്ന സ്പെഷ്യൽ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിന്റ്സ് ആസ് മെനി സ്പെഷ്യൽ ജഡ്ജസ് ആസ് മേ ബി നെസസറി ഫോർ. അപ്പോൾ എത്ര ജഡ്ജിമാരെ വേണം എന്നൊക്കെ ഉള്ള കാര്യം സർക്കാരിന് തീരുമാനിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു വേക്കൻസി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതനുസരിച്ച് ഇവരെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ഇവരെ ഒരു ജൂറിസ്ഡിക്ഷൻ ബേസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ, ഇത്ര ജൂറിസ്ഡിക്ഷൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ ജഡ്ജ് എന്നുള്ള രീതിയിൽ അപ്പോയിന്റ് ചെയ്യാം. അല്ല എങ്കിൽ കേസുകൾ അലോക്കേറ്റ് ചെയ്യാം. ഇത്ര സെറ്റ് ഓഫ് കേസുകൾ അല്ലെങ്കിൽ ഇന്ന കേസിന് ഇന്ന സ്പെഷ്യൽ ജഡ്ജി, അല്ലെങ്കിൽ ഇത്രയും കേസുകൾക്ക് ഇന്ന സ്പെഷ്യൽ ജഡ്ജി, ആ ഒരു രീതിയിലൊക്കെ എങ്ങനെ വേണമെങ്കിലും സർക്കാരിന് ഈ പറയുന്ന ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. നോർമൽ കേസിൽ ജൂറിസ്ഡിക്ഷൻ്റെ ബേസിസിലാണ് വരുന്നത് കേട്ടോ, ജൂറിസ്ഡിക്ഷൻ്റെ ബേസിസിലാണ്. അപ്പം ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്, അങ്ങോട്ട് പോകുന്ന സ്ലൈഡ്സിലുണ്ട്. അപ്പോൾ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അതൊക്കെ നമുക്കറിയാം, നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി കാണുമല്ലോ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിന്റ് ആസ് മെനി സ്പെഷ്യൽ ജഡ്ജസ്. ഇഷ്ടമുള്ള അത്രയും പേരായിക്കോട്ടെ, സർക്കാരിൻ്റെ അല്ലേ ശമ്പളം കൊടുക്കുന്ന പൈസ ഉള്ള എത്ര പൈസ ഉണ്ടോ അതനുസരിച്ചുള്ള ആൾക്കാരെ പറയുന്ന, പലപ്പോഴും പറയുന്ന ഈ എണ്ണമൊക്കെ കുറവേ വരത്തുള്ളൂ. അപ്പോയിന്റ് ആസ് മെനി സ്പെഷ്യൽ ജഡ്ജസ് ആസ് മേ ബി നെസസറി ഫോർ സച്ച് ഏരിയ ഓർ ഏരിയാസ് ഓർ ഫോർ സച്ച് കേസ് ഓർ ഗ്രൂപ്പ് ഓഫ് കേസസ്. കണ്ടോ, ഓരോ കേസുകൾക്കായിട്ട് വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് കേസസിന് വേണമെങ്കിലും സ്പെഷ്യൽ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാം. ഈ സ്പെഷ്യൽ ജഡ്ജുള്ള കോർട്ടിനെ സ്പെഷ്യൽ കോർട്ട് എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ ജഡ്ജുള്ള കോർട്ടിനെ സ്പെഷ്യൽ കോർട്ട് എന്ന് പറയും. ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ ടു ട്രൈ ദ ഫോളോയിങ് ഒഫൻസസ് നെയിംലി. അപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒഫൻസുകളുടെ ട്രയൽ നടത്താനും പ്രൊസീഡിങ്സ് നടത്താനുമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാം. അവർക്ക് എന്ത് പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ഏത് കേസിന്റെ ട്രയൽ നടത്താവുന്നതാണ്? എനി ഒഫൻസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് ഏതാ? നമ്മുടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. അഴിമതിയുമായി ബന്ധപ്പെടുന്ന ഏതൊരു ഒഫൻസിന്റെ കേസും ഇവർക്ക് ഇവിടെ ട്രയൽ അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടത്താവുന്നതാണ്. അതേപോലെ തന്നെ ഈ അഴിമതിയുമായി ബന്ധപ്പെടുന്ന ഒരു ഒഫൻസ്, ആ ഒരു ഒഫൻസ് നടത്താൻ ഒരു കോൺസ്പിറസിയോ അല്ലെങ്കിൽ അറ്റംപ്റ്റോ അല്ലെങ്കിൽ അബറ്റ്മെന്റോ അങ്ങനെ ഒരു കേസാണെങ്കിലും ഈ പറയുന്ന സ്പെഷ്യൽ ജഡ്ജിമാർക്ക് പ്രൊസീഡിങ്സ് നടത്താവുന്നതാണ്. അതായത് ഒരു അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു കോൺസ്പിറസി നടത്തുകയോ അല്ലെങ്കിൽ അഴിമതി നടത്താൻ ഒരു ശ്രമം നടത്തുകയോ അല്ലെങ്കിൽ അഴിമതി നടത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രേരണാകുറ്റം. ഈ പ്രേരണാകുറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും ഒരു കുറ്റം ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്ത ശിക്ഷ എന്താണോ അതേ ശിക്ഷ തന്നെയാണ് ഒട്ടുമിക്ക കുറ്റങ്ങൾക്കും പ്രേരണാകുറ്റത്തിനും വരുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു ഒഫൻസ് ചെയ്ത അതേ ശിക്ഷ തന്നെയാണ് പ്രേരണാകുറ്റത്തിനും വരാറുള്ളത്. നമ്മുടെ ഒട്ടുമിക്ക നിയമങ്ങളിലും അങ്ങനെ തന്നെയാണ് വരുന്നത്.
ഫോർ എനി അബറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അബറ്റ്മെന്റിന്റെ സെപ്പറേറ്റ് സെക്ഷൻസും ഉണ്ട്, നമ്മുടെ ഈ ആക്ടിലും ഉണ്ട്. അബറ്റ്മെന്റ് ഓഫ് എനി ഓഫ് ദ ഒഫൻസസ് സ്പെസിഫൈഡ് ഇൻ ക്ലോസ് ഐ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിമാരെ അപ്പോയിൻമെന്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലെ, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഏതൊരു മജിസ്ട്രേറ്റിനെയും പിടിച്ച് ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവരുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ജഡ്ജിമാര് ഒരു സെഷൻസ് ജഡ്ജോ അല്ലെങ്കിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജോ ആയിരിക്കണം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാവേ, നമ്മുടെ ജഡ്ജിമാര്, ഏത് ജഡ്ജിമാര്? നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിമാര് എന്തായിരിക്കണം? ഒരു സെഷൻസ് ജഡ്ജിയോ അല്ലെങ്കിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജിയോ അല്ല എങ്കിൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജിയോ ആയിരിക്കണം. അതിന് താഴെയുള്ള ഒരു ജഡ്ജിയെയും എന്താക്കാൻ പറ്റത്തില്ല? സ്പെഷ്യൽ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സെഷൻസ് കോർട്ടാണ് മുകളിലുള്ള കോർട്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഉള്ള ചില ആക്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സെഷൻസ് കോർട്ടാണ് കുറച്ചുകൂടെ അധികാരം വരുന്ന കോർട്ട് എന്ന് പറയുന്നത്. കുറെ കൂടെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളൊക്കെ ഈ പറയുന്ന സെഷൻസ് കോർട്ടിലാണ് വരുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, നമ്മുടെ പല ഒഫൻസുകളുടെയൊക്കെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് CJM കോടതി, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുകളിലാണ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുകളിലാണ് സെഷൻസ് ജഡ്ജ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ CRPC 1973 ഉള്ള കാര്യങ്ങളാണ്. കാര്യങ്ങൾ ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വാളിഫിക്കേഷൻസ് ഓർത്ത് വെച്ചോളുക. സെഷൻസ് ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ അഡീഷണൽ അല്ലെങ്കിൽ അസിസ്റ്റന്റ്. ഇതാണ് സ്പെഷ്യൽ ജഡ്ജിയുടെ ക്വാളിഫിക്കേഷൻ. ഇനി കേസസ് ട്രയബിൾ ബൈ സ്പെഷ്യൽ ജഡ്ജ്. ഏതൊക്കെ കേസസ് ആണ് സ്പെഷ്യൽ ജഡ്ജിന് ട്രയൽ ചെയ്യാൻ സാധിക്കുന്നത്? അപ്പം നമ്മൾ ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ ആക്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 4ലാണ്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 4ലാണ് ഈ പറയുന്ന ജഡ്ജിമാർക്ക് ഏതൊക്കെ കേസുകളാണ് ട്രയൽ നടത്താൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ അല്ലെ. നമ്മുടെ സെക്ഷൻ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ പറയുന്നില്ലേ, ഇവരുടെ ഈ പറയുന്ന ജഡ്ജിമാരുടെ അപ്പോയിൻമെന്റിന്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ സമയത്ത് ഒരു 1 ഉം 2 അല്ലെങ്കിൽ A യും B എന്നും പറഞ്ഞ് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പറയുന്ന കാര്യങ്ങൾ. അതായത് അഴിമതിയുമായി ബന്ധപ്പെടുന്ന കേസുകൾ, ആ ഒരു കേസുകളാണ് ഈ സ്പെഷ്യൽ ജഡ്ജിമാർക്ക് ട്രയൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അതാണ് ഈ വേർഡിങ്സ് വരുന്നത്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ CRPC 1973 or any other law for the time being in force, the offences specified in subsection 1 of section 3. Subsection 1 of section 3 എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല. സെക്ഷൻ 3 ഒന്നും കൂടെ നിങ്ങൾ എടുത്തു നോക്കുക. അതിൻ്റെ അകത്ത് സബ്സെക്ഷൻ 1 നോക്കുക. അഴിമതിയുമായി ബന്ധപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ, ഇത്രയേ ഉള്ളൂ. ഷാൽ ബി ട്രൈഡ് ബൈ സ്പെഷ്യൽ ജഡ്ജ് ഓൺലി. വേറെ ആർക്കും പറ്റത്തില്ല. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനെയും CJMനെയും ഒന്നും വിളിച്ചാൽ പറ്റത്തില്ല. ഈ പറയുന്ന സ്പെഷ്യൽ ജഡ്ജി തന്നെ വരണം. ഇനി അതേപോലെ തന്നെ എവരി ഒഫൻസ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 3. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം. അതാണ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 3. ഷാൽ ബി ട്രൈഡ് ബൈ ദ സ്പെഷ്യൽ ജഡ്ജ് ഫോർ ദ ഏരിയ വിത്തിൻ വിച്ച് ഇറ്റ് വാസ് കമ്മിറ്റഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കൂടുതൽ ജൂറിസ്ഡിക്ഷൻ ബേസിസിലാണ് ഇവർ അലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അതേ രീതി തന്നെയാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് ഈ പറയുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കാണുന്നതല്ലേ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ജൂറിസ്ഡിക്ഷനിലുള്ള അല്ലെങ്കിൽ എവിടെയാണോ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആ ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ജൂറിസ്ഡിക്ഷനുള്ള സ്പെഷ്യൽ ജഡ്ജ് ആയിരിക്കും ആ ഒരു കേസ് ട്രയൽ ചെയ്യുന്നത്. ആ ഒരു എവിടെയാണോ ഈ പറയുന്ന അഴിമതിയുമായി ബന്ധപ്പെടുന്ന ഒരു ഒഫൻസ് നടക്കുന്നത്, ആ ഏരിയയുടെ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു സ്പെഷ്യൽ ജഡ്ജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രയൽ നടത്തുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. or as the case may be by the special judge appointed for the case. അല്ലെങ്കിൽ ആ ഒരു കേസിന് അപ്പോയിന്റ് ചെയ്യുന്ന സ്പെഷ്യൽ ജഡ്ജ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കേസസിന് അപ്പോയിന്റ് ചെയ്യുന്ന ജഡ്ജ്. വേറെ more special judge, one of them as may be prescribed on the behalf of central government. ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. കുറെ പേരുണ്ട് എങ്കിൽ. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങൾ സ്പെഷ്യൽ ജഡ്ജിന് അഴിമതിയുമായി ബന്ധപ്പെടുന്ന കേസുകൾ ട്രയൽ ചെയ്യാനുള്ള അധികാരമാണ്. ഒരു കാര്യം ഇപ്പോൾ ചോദിക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. നമ്മുടെ ഈ അഴിമതിയുമായി ബന്ധപ്പെടുന്ന ഒരു കേസ് നമ്മുടെ കോടതിയിൽ വരുന്നു.
നമ്മുടെ സ്പെഷ്യൽ ജഡ്ജി ഇരുന്ന് ആ കോടതി പറയുന്ന ഹിയറിംഗ് ഒക്കെ നടത്തുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അഴിമതിയുമായി ബന്ധപ്പെടുന്ന ഒരു കേസിന്റെ ഇടയിൽ തന്നെ അതുമായി ബന്ധമില്ലാത്ത വേറൊരു ഒഫൻസും കൂടെ കയറി വരുന്നു. ഇതല്ല, ഈ ഒരു കേസിൽ തന്നെ വേറൊരു ഒഫൻസും കൂടെ കയറി വരുന്നു. നമ്മുടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരുന്നതല്ല, വേറെ ഏതെങ്കിലും ഒരു ഒഫൻസ്. അപ്പൊ അതാര് ചെയ്യും? ആ ഒരു ഒഫൻസ് മാത്രമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ജഡ്ജിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതേ ജഡ്ജി തന്നെ, അതായത് ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് ട്രയൽ ചെയ്യുന്ന അതേ ജഡ്ജിക്ക് തന്നെ ഇതുമായി ബന്ധമില്ലാത്ത ഒരു ഒഫൻസ്, ഇതേ കേസിൽ ഇതുമായി ബന്ധമില്ലാത്ത ഒഫൻസിനും ശിക്ഷ വിധിക്കാവുന്നതാണ്. ഹിയറിംഗ് നടത്താം, ശിക്ഷ വിധിക്കാവുന്നതാണ്. When trying any case, a special judge may also try any offense. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. വേർഡിങ്സ് ഒന്നും കാണാതെ ഒന്നും പഠിക്കേണ്ട. നിങ്ങൾ 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഓർത്തിരുന്നോളൂ. നിങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങൾ വായിക്കുന്നത് എങ്കിൽ. പക്ഷെ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതും കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി. എ സ്പെഷ്യൽ ജഡ്ജ് മേ ഓൾസോ ട്രൈ എനി ഒഫൻസ് അതർ ദാൻ ആൻ ഒഫൻസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 3. സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ അഴിമതി നിരോധന നിയമത്തിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ. അപ്പൊ ആ കുറ്റകൃത്യമല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യവും കൂടെ ഈ കേസിന്റെ ഇടയിൽ വരുവാണ് എങ്കിൽ അതും ട്രയൽ ചെയ്യാനുള്ള അധികാരവും അതിന് ശിക്ഷ വിധിക്കാനുള്ള അധികാരവും നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിനുണ്ട്. അല്ലേ? കാണത്തില്ലേ? കാരണം ഒരു സെഷൻ ജഡ്ജായിരിക്കുന്നത്. with which the accused may under the CRPC 1973 പ്രകാരം ആ ഒരു ട്രയലും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത കുറച്ചധികം കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയൽ ഡേ ടു ഡേ ബേസിസിലായി തീർക്കണം. ഡേ ടു ഡേ ബേസിസ് ആൻഡ് ആൻഡ് എൻഡീവർ, അതായത് എൻഡീവർ മീൻസ് എല്ലാ ശ്രമവും നടത്തണം. ഷാൽ ബി മെയ്ഡ് ടു എൻഷുർ ദാറ്റ് ദ സെറ്റ് ട്രയൽ ഈസ് കൺക്ലൂഡഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years. 2 വർഷത്തിനുള്ളിൽ ഈ ഒരു ട്രയൽ നടത്തി ഫൈനൽ തീർപ്പ്, കോടതി വിധി ഉണ്ടായിരിക്കണം. ഫൈനൽ ആയിട്ടുള്ള ആ ഒരു തീർപ്പ് ഉണ്ടായിരിക്കണം. അപ്പം ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് ഡേ ടു ഡേ ബേസിസ്. അപ്പം നമുക്കത് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ ഓരോ ദിവസമായിട്ട് ഈ പറയുന്ന എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളായിട്ട് ട്രയൽ നടത്തണം എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. ഇത് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ BNSS-ൽ ഈ പറയുന്ന ഡേ ടു ഡേ ട്രയൽ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഡേ ടു ഡേ ബേസിസ് ട്രയൽ എന്ന് പറയുന്ന സാധനം വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. സെക്ഷൻ 346 BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നമ്മുടെ BNSS-ൽ സെക്ഷൻ 346 ഈ ഡേ ടു ഡേ ബേസിസ് എന്ന് പറയുന്ന ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ട്രയലിൻ്റെ അകത്ത്. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡേ ടു ഡേ ബേസിസ്, ഇപ്പോൾ ഒരു വിറ്റ്നസ് വരുന്നു, കോടതിയിൽ ഒരു ദിവസം വിറ്റ്നസ് ഹാജരാവുന്നു. അപ്പോൾ ഈ വിറ്റ്നസ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, ഈ വിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് വിറ്റ്നസ്സിൻ്റെ പല പ്രാവശ്യം ഹിയറിംഗ് ഒക്കെ പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചറിയേണ്ട സാഹചര്യം വരാറുണ്ട്. നോർമലി നമ്മുടെ കോടതികളിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ ഒരു ദിവസം വിളിക്കും, അപ്പോൾ ആ കാര്യം ചോദിക്കും. അത് കഴിഞ്ഞ് അടുത്ത മാസം അടുത്ത ഹിയറിങ്ങിന് വീണ്ടും വിളിക്കും. അത് കഴിഞ്ഞ് വീണ്ടും 2 മാസം കഴിഞ്ഞ് അടുത്ത ഹിയറിങ്. അല്ലേ? കോടതികളുടെ കാര്യം ഈ ഒരു രീതിയാണ്. ഒരിക്കലും ഭയങ്കര പെൻഡിങ് ആണ്. ചില ഒരു കേസ് തന്നെ ചിലപ്പോൾ 1-2 വർഷമൊക്കെ എടുത്താവും തീരുന്നത്. പറയുന്ന മാസത്തിൽ ഒരു ഹിയറിംഗ് ഒക്കെ ആയിരിക്കും വരുന്നത്. പല കാരണവശാൽ, ഇപ്പൊ വക്കീലില്ലാത്ത കാരണം, ഒന്നെങ്കിൽ പ്രതിവാദകത്തിന്റെ വക്കീൽ കാണത്തില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വക്കീൽ കാണത്തില്ല. ആ ഒരു കാരണത്താൽ കേസുകൾ മാറ്റിവെക്കും. അപ്പൊ അത് കുറയ്ക്കുക. അതായത് ഇപ്പോൾ എന്നാണോ നമ്മുടെ വിറ്റ്നസ് ഹാജരാവുന്ന ഈ വിറ്റ്നസ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ എവിഡൻസ് കളക്ഷനും, എല്ലാ ഹിയറിങ്ങും ആ ഒരു ദിവസം തന്നെ നടത്തുക. ഇനി അന്ന് നടത്താൻ പറ്റിയില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം കൊണ്ട് വിറ്റ്നസിന്റെ എല്ലാ ടെസ്റ്റിമോണിയൽസ്, എല്ലാ എവിഡൻസും കളക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന്, ഇപ്പോൾ ഒരു കേസിന്റെ ഹിയറിംഗ് ഇന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ, അടുത്ത മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസമല്ല, അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കി കാര്യങ്ങൾ, ഈ ട്രയലിന്റെ പ്രൊസീഡിങ്സിന്റെ ബാക്കി നടത്തുക. ഇപ്പോൾ വക്കീലിന് വേറെ ഏതെങ്കിലും ഒരു കോടതിയിൽ കേസുണ്ട്, അല്ലെങ്കിൽ കക്ഷി സ്ഥലത്തില്ല, അല്ലെങ്കിൽ ഇന്ന പ്രതി 9ാമത്തെ പ്രതി അന്ന് വന്നില്ല എന്നുള്ള കാരണങ്ങൾ വരാതെ, എന്നുള്ള കാരണങ്ങളെല്ലാം, അങ്ങനെയുള്ള കാരണങ്ങളൊന്നും കണക്കാക്കാതെ ഡേ ടു ഡേ സ്ഥിരമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കേസ് വിധി തീർപ്പിക്കുക. ഈ ഹിയറിങ്സിന്റെ ഡേറ്റ് ഇങ്ങനെ ഗ്യാപ്പുള്ള ഡേറ്റ് ആക്കരുത്, അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ ആയിരിക്കണം. ഇപ്പം ഞാൻ ഈ വിറ്റ്നസിന്റെ കാര്യമൊക്കെ പറയുന്നത് നമ്മുടെ സെക്ഷനിൽ പറയുന്ന അതേ കാര്യങ്ങളാണ് കേട്ടോ.
ഈ വിറ്റ്നസ് ഈ ഒരേ ദിവസം തന്നെ തൊട്ടടുത്തോ, ആ കാര്യങ്ങളൊക്കെ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ BNSS സെക്ഷൻ 346 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന ഈ ഡേ ടു ഡേ ബേസിസിലൊക്കെ നമ്മുടെ കേസുകളും കാര്യങ്ങളൊക്കെ നടന്നാൽ ഈ വർഷങ്ങൾ എടുക്കുന്ന കേസുകൾ ചിലപ്പോൾ 1-2 മാസങ്ങൾ കൊണ്ട് തീർപ്പാക്കാനൊക്കെ സാധിക്കും. പക്ഷെ അതിനുള്ള ഒരു സിസ്റ്റം ഫെസിലിറ്റീസും ജഡ്ജിമാരുടെ എണ്ണമൊന്നും നമ്മുടെ നാട്ടിലില്ല, അതാ കുഴപ്പം. ആൻഡ് ആൻ endeavor shall be made to ensure that the said trial is concluded. അതേപോലെ തന്നെ 2 വർഷത്തിനുള്ളിൽ ഈ ഒരു ട്രയൽ തീർപ്പാക്കി ഫൈനൽ ജഡ്ജ്മെന്റ് വരാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുക നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിയും സ്പെഷ്യൽ കോർട്ടും. ഈ ഒരു കാര്യമാണ് പറയുന്നത്. ഡേ ടു ഡേ ബേസിസ് ആയിട്ട് മാക്സിമം കഴിയുന്ന അത്രയും ഡേ ടു ഡേ ബേസിസ് ആയിട്ട് നടത്തണം. അതേപോലെ തന്നെ 2 വർഷത്തിനുള്ളിൽ ഫൈനൽ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ 2 വർഷത്തിനുള്ളിൽ, ഈ 2 വർഷ കാലാവധിക്കുള്ളിൽ ഈ ഒരു ഫൈനൽ തീർപ്പ്, ഈ ഒരു കേസിന്റെ പൂർണ്ണവിധി ഇപ്പൊ അല്ലെങ്കിൽ ഫൈനൽ സെറ്റിൽമെന്റ് നടത്താൻ പറ്റിയില്ല എങ്കിൽ അതിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്തിരിക്കണം. ആരാ? നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ്. ഇതിന് എക്സ്റ്റൻഷൻ ഉണ്ട് കേട്ടോ, 6 മാസത്തെ എക്സ്റ്റൻഷൻ ഉണ്ട്. അതായത് ഈ പറയുന്ന 2 വർഷത്തിനുള്ളിൽ ഫൈനൽ ജഡ്ജ്മെന്റ് വിരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള റീസൺസ് ഇല്ല എങ്കിൽ 6 മാസവും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അറ്റ് എ ടൈം ഒരു പ്രാവശ്യം 6 മാസം, അങ്ങനെ മാക്സിമം 4 വർഷം. 4 വർഷത്തിനുള്ളിൽ എന്തായാലും ഈ ഒരു കേസ് പൂർത്തിയാക്കിയിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. ഓക്കെ, provided that where the trial is not concluded within the set period, the special judge shall record the reasons for not having done so. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന 2 വർഷത്തിനുള്ളിൽ ഫൈനൽ ജഡ്ജ്മെന്റ് വിധിക്കാൻ പറ്റിയില്ല എങ്കിൽ സ്പെഷ്യൽ ജഡ്ജ് ആ റീസൺസ് ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യണം. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഈ ഒരു സെറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. ഒരു പ്രാവശ്യം 6 മാസം എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര എക്സ്റ്റെൻഡ് ചെയ്യാം, മാക്സിമം എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 4 വർഷം. ഇതെല്ലാം കൂടെ ചേർത്താണേ 4 വർഷം. അതായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ 2 വർഷം, അതിനുശേഷം ഒരു 2 വർഷവും കൂടെ, അല്ലെങ്കിൽ മൊത്തമായി 4 വർഷത്തിനുള്ളിൽ ഒരു കേസ് തീർപ്പാക്കിയിരിക്കണം. അഴിമതി നിരോധന നിയമപ്രകാരം ഉള്ള ഒരു കേസാണ് എങ്കിൽ മാക്സിമം 4 വർഷത്തിനകത്ത് തീർപ്പാക്കിയിരിക്കണം. ഇനി പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് സ്പെഷ്യൽ ജഡ്ജ്. പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് സ്പെഷ്യൽ ജഡ്ജ്. ഇപ്പോൾ സ്പെഷ്യൽ ജഡ്ജിന് may take cognizance of offense without the accused being committed to him for trial. ഇപ്പോൾ ഒരു ട്രയലിന് ഒരു പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഹാജരായില്ല എന്നുള്ള കാരണത്താൽ കേസ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊസീഡിങ്സ് നടത്താനുള്ള അധികാരം നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിനുണ്ട്. ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി, പ്രതിയാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിയാണെന്ന് പറയപ്പെടുന്ന വ്യക്തി ഹാജരായില്ല എന്നുള്ള ഒരു കാരണത്താൽ പ്രൊസീഡിങ്സ് ഒന്നും മാറ്റേണ്ട. ആ ഒരു വ്യക്തിയുടെ ഹാജരില്ലായ്മയും കണക്കിലാക്കാണ്ട് തന്നെ, അല്ലെങ്കിൽ അത് കണക്കിലെടുത്ത് പ്രൊസീഡിങ്സ് നടത്താം. ആ ഒരു വ്യക്തി ഹാജരായില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, പ്രൊസീഡിങ്സ് നടത്താവുന്നതാണ്. ഇനി അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. അത് വായിച്ചതിന് ശേഷം ഒന്ന് പറഞ്ഞുതരാം. അതിലും ഇതേപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഓർ പ്രിവി ടു എ സ്പെഷ്യൽ ജഡ്ജ് മേ വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ എവിഡൻസ് ഓഫ് എനി പേഴ്സൺ, ശ്രദ്ധിച്ചിരിക്കെ, person supposed to have been directly or indirectly concerned in or privy to എന്ന് പറയുന്ന ഒരു ഫ്രേസ് പോലൊരു സാധനം, അതൊരു ലീഗൽ ടേം ആണ്, പറഞ്ഞുതരാം. An offense tender a pardon to such person on condition of his making a full or true disclosure of the whole circumstances within his knowledge relating to the offense and to every other person concerned, whether as principal or abettor in the commission thereof, and any pardons or tender. ഒന്നും മനസ്സിലായില്ല അല്ലേ? കുഴപ്പമില്ല, കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തി ആദ്യം എന്താ ഈ ഓർ പ്രിവി ടു എന്താന്ന് പറഞ്ഞാവേ. ഈ പ്രിവി ടു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിവി ടു ഒരു ഒഫൻസ് നടക്കുന്നെന്നോ അല്ലെങ്കിൽ ഒരു ഒഫൻസ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു ഒഫൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമവും നമ്മൾ നടത്തുന്നില്ല. ആ ഒരു സാഹചര്യത്തിനെയാണ് പ്രിവി ടു എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു ഒഫൻസ് നടക്കുകയോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്, എന്നാലും ആ ഒരു ഒഫൻസ് തടയാൻ വേണ്ടി
ബോധപൂർവമായ ഒരു ശ്രമവും, അതായത് പോലീസിനെയോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെയോ ഒന്നും നമ്മൾ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ തടയാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. അപ്പോൾ ആ ഒരു സിനാരിയോ ആണ് ഓർ പ്രിവി ടു എന്ന് പറയുന്നത്. അതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ആ ചെയ്യുന്നത് ഒരു തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു അഴിമതി, ഇന്ന സ്ഥാപനത്ത് അഴിമതി സ്ഥിരമായി നടക്കുന്നു അല്ലെങ്കിൽ അഴിമതി നടക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും ആ ഒരു അഴിമതി തടയാൻ വേണ്ടി ഒന്നും ശ്രമിച്ചില്ല. അപ്പോൾ ഈ കേസിന്റെ ഇടയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇയാളെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തിയെ കോടതിക്ക് മാപ്പ് സാക്ഷിയാക്കാം. ഈ മാപ്പ് സാക്ഷി എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിനിമകളിൽ. അതായത് ഈ ഒരു വ്യക്തിയും പ്രതിയാണ്, പക്ഷേ ഈ ഒരു ഒഫൻസിന്റെ അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും കോടതി മുൻപാകെ ഇദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ കോടതിക്ക് ആ ഒരു ഇൻഫർമേഷൻസ് അത്രയും നൽകുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു പ്രതിയെയും എന്താക്കാം, കോടതിക്ക് മാപ്പ് സാക്ഷിയാക്കാം. അപ്പം നമ്മുടെ ഈ ഒരു സിനാരിയോ വരുന്നത്, അതായത് ഒരു ഒഫൻസ് ആ ഒരു വ്യക്തി ചെയ്തിട്ടില്ല, പക്ഷേ ഒഫൻസ് നടക്കുന്നു അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയാഞ്ഞിട്ടും ഒന്നും ചെയ്യാത്തൊരു വ്യക്തി ഈ ഒഫൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതി മുൻപാകെ തുറന്ന് പറയുവാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാപ്പ് സാക്ഷിയാക്കാനുള്ള അധികാരം നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിനുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാപ്പ് സാക്ഷി, അതായത് മാപ്പ് സാക്ഷിയാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ ഓർ അബറ്റർ, അതായത് പ്രേരണ കുറ്റം ഉൾപ്പെടെ വരുന്ന ഒരു ആവാം, പ്രേരിപ്പിച്ച വ്യക്തിയാവാം, എന്തോ ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന് മാപ്പ് സാക്ഷിയാക്കാം. ഇനി ദ കോർട്ട് ഓഫ് ദ സ്പെഷ്യൽ ജഡ്ജ് ഷാഡ് ബി ഡീം ടു എ കോർട്ട് ഓഫ് സെഷൻ. സെഷൻസ് കോർട്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കോർട്ടാണ്. നമ്മുടെ സെഷൻസ് ജഡ്ജി അല്ലേ സെഷൻസ് ജഡ്ജി, അല്ലെങ്കിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി അല്ലേ ഈ സ്പെഷ്യൽ ജഡ്ജ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പം നമ്മുടെ ഒരു അഴിമതിയുമായി ബന്ധപ്പെടുന്ന ഒരു കേസിന്റെ വിചാരണക്കിടയിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഒഫൻസ് വന്നാലും ആ ഒഫൻസിന്റെ ശിക്ഷയും വിധിക്കാനുള്ള അധികാരം സ്പെഷ്യൽ ജഡ്ജിനുണ്ട്. അപ്പൊ ഈ കോർട്ടിന് അധികാരങ്ങളുള്ള ഒരു കോർട്ടായിരിക്കത്തില്ലേ, CJM കോടതിയും കാട്ടി അധികാരങ്ങളുള്ള കോടതി ആയിരിക്കത്തില്ലേ? അതെ, നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കോർട്ട് സെഷൻസ് കോർട്ടിന് ഇക്വലന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ജഡ്ജ് ഒരു സെഷൻസ് ജഡ്ജിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് എ പേഴ്സൺ കണ്ടക്ടിങ് എ പ്രോസിക്യൂഷൻ, അതേപോലെ തന്നെ വാദിഭാഗം പ്രോസിക്യൂഷന് ഹെഡ് ചെയ്യുന്ന വ്യക്തി പബ്ലിക് പ്രോസിക്യൂട്ടറുമാണ്. പ്രതിഭാഗം അല്ല, വാദിഭാഗം. Conducting a prosecution before a special judge shall be deemed to be a public prosecutor. Prosecution ചെയ്യുന്ന ആള് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. സ്പെഷ്യൽ ജഡ്ജ് ഒരു മജിസ്ട്രേറ്റ് ആണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ ജഡ്ജ് മേ പാസ് അപ്പോൺ എനി പേഴ്സൺ കൺവിക്റ്റഡ് ബൈ ഹിം എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ ഫോർ ദ പണിഷ്മെന്റ് ഓഫ് ദ ഒഫൻസ് ഓഫ് വിച്ച് സച്ച് പേഴ്സൺ ഈസ് കൺവിക്റ്റഡ്. അപ്പോൾ അതേപോലെ തന്നെ ഏതൊരു ശിക്ഷയും നൽകാനുള്ള അധികാരവും നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിന് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്പെഷ്യൽ ജഡ്ജ് ജില്ലാ ജഡ്ജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജില്ലാ ജഡ്ജിക്ക് ഇക്വലന്റ് ആണ്. നമ്മുടെ ക്രിമിനൽ ലോ അമെൻമെന്റ് ഓർഡിനൻസ് 1944 പ്രകാരം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിന് ജില്ലാ ജഡ്ജിയിലെ ഇക്വലന്റ് ആയിട്ടുള്ള പദവി വരുന്നതാണ്. എ സ്പെഷ്യൽ ജഡ്ജ് വൈൽ ട്രൈയിങ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട്, അതായത് നമ്മുടെ ഈ ഒരു നിയമത്തിന്റെ പ്രകാരം, ഈ നിയമത്തിന്റെ ബേസിസിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ വിചാരണ നടത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു ജില്ലാ ജഡ്ജിക്ക് ഇക്വലന്റ് ആണ്. ഷാൽ എക്സസൈസ് ഓൾ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എക്സസൈസബിൾ ബൈ എ ഡിസ്ട്രിക്ട് ജഡ്ജ് അണ്ടർ ദ ക്രിമിനൽ ലോ അമെൻമെന്റ് ഓർഡിനൻസ് 1944. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് സെക്ഷൻ 6 പവർ ടു ട്രൈ സമ്മറിലി. ഇതും ചില ആക്ടുകളിലൊക്കെ സമ്മറി ട്രയൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയണം. കാരണം നമ്മുടെ സമ്മറി ട്രയൽ, വാറന്റ് ട്രയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 4 ടൈപ്പിലാണ് ട്രയൽസ് ഉള്ളത്. ട്രയലുകൾ 4 തരത്തിലാണ്. സെഷൻസ് ട്രയൽ ഉണ്ട്, അതേപോലെ തന്നെ വാറന്റ് ട്രയൽ ഉണ്ട്, അതേപോലെ തന്നെ സമൺസ് ട്രയൽ ഉണ്ട്, അതേപോലെ തന്നെ സമ്മറി ട്രയൽ ഉണ്ട്. സമ്മറി ട്രയൽ, സെഷൻസ് ട്രയൽ ഉണ്ട്, വാറന്റ് ട്രയൽ ഉണ്ട്, സമ്മൺസ് ട്രയൽ ഉണ്ട്, സമ്മറി ട്രയൽ ഉണ്ട്. ഈ കാര്യം മനസ്സിലായാലേ നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന 1-2 സെക്ഷൻസ് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം 4 ടൈപ്പിലാണ് ട്രയലുകൾ ഉള്ളത്. ഇപ്പം ഈ സെഷൻസ് ട്രയൽ എന്ന് പറയുന്ന സാധനം ആദ്യം ഇത് എവിടെയാണ് ഉള്ളതെന്ന് പറയാം. നമ്മുടെ ഈ BNSS തന്നെ ചാപ്റ്റർ 19 സെഷൻസ് ട്രയൽ, ചാപ്റ്റർ 20 നമ്മുടെ വാറന്റ്, ഇത് 21, ഇത് 22. അപ്പം ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സെഷൻ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ,
ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ, ഫോർ എക്സാമ്പിൾ മർഡർ, റേപ്പ്, ഇങ്ങനെയുള്ള ഒഫൻസുകൾ ട്രയൽ ചെയ്യുന്നത് സെഷൻസ് ട്രയൽ ആയിട്ടാണ്. ഇനി അതിനെയും കാട്ടി സീരിയസ്നെസ് കുറച്ചുള്ള, ഇപ്പോൾ ചീറ്റിങ്, ഫ്രോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ള ഒഫൻസുകളാണെങ്കിൽ അത് വാറന്റ് ട്രയൽ ആയിട്ടാണ് ട്രയൽ നടത്തുന്നത്, വാറന്റ് ട്രയൽ. ഇനി അതിനെയും കാട്ടി കുറവുള്ള, അല്ലെങ്കിൽ സീരിയസ്നെസ് അതിനെയും കാട്ടി കുറവുള്ള, ഇപ്പോൾ ചെറിയ കത്തിക്കുത്ത് അല്ലെങ്കിൽ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാക്കി, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സമൺസ് ട്രയൽ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സമൺസ് ട്രയൽ. ഇനി ഏറ്റവും ഇന്റൻസിറ്റി കുറവുള്ള, ഏറ്റവും സീരിയസ്നെസ് കുറവുള്ള ക്രൈംസ് അല്ലെങ്കിൽ ഒഫൻസുകളെയാണ് സമ്മറി ട്രയൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ട്രാഫിക് വയലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ട്രാഫിക് വയലേഷൻസ്, ഇതൊക്കെ സമ്മറി ട്രയലാണ്. അപ്പൊ ഈ 4 ടൈപ്പ് ട്രയലാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ സമ്മറി ട്രയൽ ആയിട്ട് നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിന് ഈ ഒരു കേസ് ട്രയൽ നടത്താവുന്നതാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രയലാണ് സമ്മറി ട്രയൽ. അപ്പൊ ഇവിടെ ഫുൾ ആയിട്ട് ഹിയറിംഗ് ഒന്നും നടത്തണ്ട. ഇപ്പൊ വിറ്റ്നസിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഫുൾ ഹിയറിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫുൾ എവിഡൻസ് ഒന്നും കളക്ട് ചെയ്യേണ്ട. ആ ഒരു കളക്ട് ചെയ്ത എവിഡൻസിന്റെ സമ്മറി മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഫുള്ള് കാര്യങ്ങൾ വേണ്ട. ഈ പറയുന്ന ഓരോ വ്യക്തിയെയും ഓരോ വിറ്റ്നസ്സുകളെയും കോടതിയിൽ വിളിച്ചു വരുത്തി സകല ആൾക്കാരെയും വിസ്തരിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇപ്പൊ നമ്മുടെ ബാക്കി ട്രയലുകളാണെങ്കിൽ എല്ലാ വ്യക്തികളെയും, ഇതുമായി ബന്ധപ്പെടുന്ന സകല വ്യക്തികളെയും, സകല വിറ്റ്നസ്സുകളെയും കോടതിയിൽ വന്ന് ഹാജരാക്കി അവരെയൊക്കെ വിചാരണ ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും സ്പീഡായിട്ട് തന്നെ നമ്മുടെ ജഡ്ജിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസും കൂടെ ഉണ്ട്, നമ്മൾ പറയാം. പ്രൊവൈഡഡ് പവർ ടു ട്രൈ സമ്മർലി. അപ്പോൾ ഇതാ സംഭവം, സ്പെഷ്യൽ ജഡ്ജ് ക്യാൻ ട്രൈ ദ ഒഫൻസ് ഇൻ എ സമ്മറി വേ. ഫാസ്റ്റ് ആയിട്ട് തന്നെ ട്രയൽ നടത്താവുന്നതാണ്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽഡ് വിചാരണയും കാര്യങ്ങളും ഒന്നും നടത്തേണ്ട, സ്പീഡിൽ കാര്യങ്ങൾ നടത്താവുന്നതാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 1 വർഷത്തിൽ കൂടുതൽ ഈ സമ്മറി ട്രയൽ നടത്തുന്ന കേസുകളാണ് എങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷ നൽകാൻ പറ്റത്തില്ല. അതായത് സമ്മറി ട്രയലിന്റെ ബേസിസിലാണ് ഒരു കേസ് ട്രയൽ നടത്തുന്നത് എങ്കിൽ ശിക്ഷയായി 1 വർഷത്തിൽ കൂടുതൽ ഉള്ള തടവ് നൽകാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിനാരിയോ പറയാം. ഇപ്പം നമ്മുടെ ഈ ഒരു അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസിന്റെ ട്രയൽ നടക്കുന്നു. അപ്പോൾ ആ ഒരു കേസ് സമ്മറി ട്രയലാണ് നമ്മുടെ ജഡ്ജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രയൽ നടക്കുന്നതിൻ്റെ ഇടയിൽ, ഈ വിചാരണ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ജഡ്ജിക്ക് തോന്നുവാണ്, അയ്യോ ഇതിൽ കുറെ കൂടിയ ഒരു തെറ്റും കൂടെ ഉണ്ടല്ലോ, കുറെ കൂടെ വലിയ ഒരു ഒഫൻസും കൂടെ ഈ ഒരു കേസിൽ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജഡ്ജിക്ക് 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കേണ്ട സാഹചര്യമുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് സമ്മറി ട്രയൽ നടത്താൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും ജഡ്ജി പറയും, ഒന്നുകൂടെ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു ട്രയൽ എന്ന് നടത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വിചാരണ ചെയ്യാം. എന്നാൽ മാത്രമേ ഈ പറയുന്ന 1 വർഷത്തിൽ കൂടുതലുള്ള തടവ് എനിക്ക് ശിക്ഷ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അങ്ങനെയുള്ള എന്തോ ഒരു ഒഫൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഈ സമ്മറി ട്രയൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഒരു വാറന്റ് ട്രയൽ എങ്ങനെയാണോ നടത്തുന്നത് ആ ഒരു രീതിയിലേക്ക് വീണ്ടും ട്രയൽ നടത്താവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആരെയൊക്കെയാണ് വിചാരണ ചെയ്യാത്ത അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിചാരണ ആഡ് ചെയ്ത് വീണ്ടും ഹിയറിംഗ് നടത്തി ഒരു വാറന്റ് ട്രയൽ പോലെ നടത്താവുന്നതാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് വെൻ അറ്റ് ദ കമൻസ്മെന്റ് ഓർ ഓഫ് ഇൻ ദ കോഴ്സ് ഓഫ് സമ്മറി ട്രയൽ നടക്കുന്ന സമയത്ത് സ്പെഷ്യൽ ജഡ്ജിന് തോന്നുവാണ് 1 വർഷത്തിൽ കൂടുതലുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കാവുന്ന ഒരു തെറ്റ് ഈ ഒരു കേസിലുണ്ട് എന്ന് തോന്നുന്ന പക്ഷം for any other reason undesirable to try the case summarily, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ നമ്മുടെ ജഡ്ജിക്ക് തോന്നുവാണ് ഈ ഒരു കേസ് സമ്മറി ട്രയൽ ഇനി നടത്തണ്ട എന്ന് തോന്നുന്ന പക്ഷം the special judge shall, after hearing the parties, record an order to that effect and thereafter recall any witness who may have been examined and proceed to hear or rehear the case in accordance with the procedure prescribed by the said code for the trial of warrant cases. അപ്പോൾ ഇതിന് ശേഷം അതൊരു വാറന്റ് കേസായിട്ട് മജിസ്ട്രേറ്റിന് നടത്താവുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സമ്മറി ട്രയലിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്, 1 വർഷത്തിൽ കൂടുതൽ ഉള്ള തടവ് ശിക്ഷ നൽകാൻ സാധിക്കത്തില്ല.
അതേപോലെ തന്നെ ഒരു മാസത്തിൽ കൂടുതൽ അല്ലാത്ത ശിക്ഷ, ഒരു മാസത്തിൽ കൂടുതൽ ആവാത്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിലല്ലാത്ത പിഴ ശിക്ഷയോ ആണ് നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് വിധിക്കുന്നത് എങ്കിൽ ആ ഒരു വിധിക്ക് ഒരു അപ്പീൽ പോകാനും സാധിക്കുകയില്ല. സമ്മറി ട്രയൽ നടത്തുന്ന ഒരു കേസ് നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് ഒരു മാസത്തിൽ കൂടാത്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിൽ അല്ലാത്ത ഒരു പിഴ ശിക്ഷയോ ആണ് ശിക്ഷയായി നൽകുന്നത് എങ്കിൽ ഈ ഒരു ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ അല്ലെങ്കിൽ അപ്പീൽ പോകാൻ സാധിക്കുകയില്ല. ഒരു മാസത്തിൽ കൂടുതൽ ശിക്ഷയാണ് എങ്കിൽ അപ്പീൽ പോകാം. 2000 രൂപയ്ക്ക് മുകളിലുള്ള 2001 രൂപയാണെങ്കിൽ പോലും അപ്പീൽ പോകാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോളുക. സമ്മറി ട്രയലിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. But there shall be no appeal by a convicted person in any case tried summarily under this section in which the special judge passes. ഈ പറയുന്ന കേസൊക്കെ വരണം കേട്ടോ, സ്പെഷ്യൽ ജഡ്ജ് ആയിരിക്കണം, നമ്മുടെ ഈ പറയുന്ന സമ്മറി ട്രയൽ ആയിരിക്കണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തിൽ കൂടുതലല്ലാത്ത അല്ലെങ്കിൽ 2000 രൂപയിൽ കൂടുതലല്ലാത്ത ഒരു പിഴശിക്ഷയാണ് ലഭിക്കുന്നത് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് അക്യൂസ്ഡിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പീൽ പോകാൻ സാധിക്കത്തില്ല. നോട്ട് എനി ഓർഡർ അണ്ടർ സെക്ഷൻ 452 ഓഫ് ദ സെറ്റ് കോഡ്. സെക്ഷൻ 452 അത് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം. ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ശരിക്കും ഈ ഒരു എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത ഇല്ല, മീൻസ് ഈ ഒരു ആക്ടിൻ്റെ അകത്ത് നിന്ന് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത ഇല്ല. കാരണം ഇത് മാത്രമല്ലേ പറയുന്നുള്ളൂ, അത് എന്താണെന്നൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ. വേറെ ഈ ആക്ടിലും അങ്ങനെ എന്താണെന്നൊന്നും അത് പറയുന്നില്ല. ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഓഫ് ദ സെറ്റ് കോഡ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന നമ്മുടെ CRPCയിലാണേ, CRPCയിലെ സെക്ഷൻ 452 ആണ്. സെക്ഷൻ 452 പറയുന്ന കാര്യം എങ്ങനെയാണ്, നമ്മുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേ സാധനങ്ങൾ കാണൂലേ, ഇപ്പം തൊണ്ടി മുതൽ എന്നൊക്കെ പറയത്തില്ലേ, കേസുമായി ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ കേസുമായി പെടുന്ന കുറേ പ്രോപ്പർട്ടീസ് കാണും. അപ്പോൾ ഈ കേസിന് ശേഷം, കേസിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റിന് ശേഷം ഈ തൊണ്ടി സാധനങ്ങൾ അല്ലെങ്കിൽ ഈ തൊണ്ടി മുതലുകളൊക്കെ എന്ത് ചെയ്യണം എന്ന് കോടതിക്ക് വിധിക്കാം. ഇപ്പൊ കോടതിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന എവിഡൻസുകളും ഡോക്യുമെന്റ്സും മറ്റ് സാധന സാമഗ്രികളും അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഈ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കൈമാറാനായിട്ട് ഒന്നെങ്കിൽ കോടതിക്ക് വിധിക്കാം, അല്ല എങ്കിൽ സർക്കാരിൻ്റെ കയ്യിലേക്ക് സർക്കാർ കോൺഫിസ്കേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ചില ഡോക്യുമെന്റ്സും ചില സാധനങ്ങളും ഒക്കെ നശിപ്പിക്കാൻ കോടതിക്ക് ഉത്തരവിടാം. അപ്പോൾ ആ ഒരു കാര്യമാണ് സെക്ഷൻ 452 പറയുന്നത്. ഫൈനൽ സെറ്റിൽമെന്റിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെടുന്ന സാധന സാമഗ്രികളൊക്കെ എന്ത് ചെയ്യണമെന്ന് വിധിക്കാനുള്ള ഒരു അവകാശത്തിനെ കുറിച്ചാണ് CRPC 452 പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, എവിടെയെങ്കിലുമൊക്കെ പല സ്ഥലങ്ങളിലും നിങ്ങൾ ഈ 452 ഒക്കെ കാണും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. is made in addition to such sentence, but an appeal shall lie where any sentence in excess of the aforesaid limits. അപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു മാസത്തിൽ കൂടുതലോ 2000 രൂപയ്ക്ക് കൂടുതലോ ആണെങ്കിൽ നമുക്ക് എന്തുവാ, അപ്പീൽ പോകാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ 3 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. ഒഫൻസ് റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻറ്റ് ബീയിങ് ബ്രൈബ്ഡ്. അപ്പോൾ ഒഫൻസ് റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻറ്റ് ബീയിങ് ബ്രൈബ്ഡ്, ഇപ്പോൾ ഇനി നമ്മുടെ കൈക്കൂലി വാങ്ങുന്നത്, കൈക്കൂലി കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. 7, 8, 9 ഇതാണ്. 9 വരുമ്പോൾ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ വരും. 7, 8 ഒക്കെ നമ്മുടെ അഴിമതി, കൈക്കൂലി കൊടുക്കുന്നത്, കൈക്കൂലി വാങ്ങുന്നത്, ഇതിനെ പറ്റിയൊക്കെയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പബ്ലിക് സർവൻറ്റ്, ആ ഒരു വ്യക്തി അദ്ദേഹം കൈക്കൂലി ഒബ്റ്റെയിൻസ് ഓർ അക്സെപ്റ്റ്സ് ഓർ അറ്റംപ്റ്റ്സ് ടു ഒബ്റ്റെയിൻ ഫ്രം എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിക്കുകയോ അല്ലെങ്കിൽ മേടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ, അതായത് മേടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണ്, പ്രൊവൈഡഡ് ഈ പബ്ലിക് സർവൻറ്റ് തൻ്റെ ജോലി, അതായത് തൻ്റെ പബ്ലിക് ഡ്യൂട്ടി ഇംപ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് നിർവഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിർവഹിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിക്കുകയോ മേടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുവാണ് എങ്കിൽ എന്തായിട്ട് കണക്കാക്കുന്നതാണ്, ഇതൊരു അഴിമതിയായിട്ട് തന്നെ കണക്കാക്കുന്നതാണ്. ഓട്ടോഫോബിയ occurs forbearance to perform such duty either by himself or by any public servant. ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു പൊതുസേവകൻ തന്നെ ഈ പറയുന്ന ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പബ്ലിക് സർവൻറ്റിനെ കൊണ്ട് ആ ഒരു രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഇനി obtains or accepts or attempts to obtain an undue advantage from any person as a reward for the, ഇപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ മേടിക്കും, അല്ല എങ്കിൽ
അദ്ദേഹത്തിന്റെ പബ്ലിക് ഡ്യൂട്ടി ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി മറ്റ് എന്തെങ്കിലും ഒരു റിവാർഡ് മേടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുവാണ് എങ്കിലും അഴിമതിയായിട്ട് തന്നെയാണ് അത് കണക്കാക്കുന്നത്. പെർഫോമൻസ് ഓഫ് എ പബ്ലിക് ഡ്യൂട്ടി ഓർ ഫോർ ഫോർബിയറിംഗ് ടു പെർഫോം സച്ച് ഡ്യൂട്ടി ഐദർ ബൈ ഹിംസെൽഫ് ഓർ ബൈ എനി, അദ്ദേഹം മാത്രമല്ല വേറെ ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. ഇനി പെർഫോംസ് ഓർ ഇൻഡ്യൂസസ് അനദർ പബ്ലിക് സർവന്റ് ടു പെർഫോം ഇംപ്രോപ്പർലി, ഒന്നെങ്കിൽ വേറൊരു വ്യക്തിയെ കൊണ്ട്, വേറൊരു പബ്ലിക് സർവന്റിനെ കൊണ്ട് അവരുടെ ജോലി, ആ ഒരു വ്യക്തിയുടെ ജോലി ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി, or forbear performance of such duty in anticipation for, in consequence of accepting an undue advantage from any person. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇതെല്ലാം അഴിമതി, ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, ഇതെല്ലാം അഴിമതിയായിട്ട് തന്നെ കൂട്ടും. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതല്ല, ഇതിൻ്റെ ശിക്ഷയാണ് ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം നമുക്ക് അഴിമതിയാണ് കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയാം. അപ്പം ഇങ്ങനെ വരുന്ന ഈ പറയുന്ന 3 കണ്ടീഷനിൽ ഏത് വന്നാലും 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതും ആയ ശിക്ഷ ലഭിക്കുന്നതാണ്. ഷാൽ നോട്ട് ബി ലെസ് ദാൻ 3 years, 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷം വരെ തടവ് ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഏറ്റവും കുറഞ്ഞത് 3 വർഷം, മാക്സിമം 7 വർഷം, അതിനോടൊപ്പം തന്നെ പിഴയും ലഭിക്കാവുന്നതാണ്. ഇതേ കണ്ടീഷൻ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഈ ഒരു ആക്ടിൻ്റെ അകത്ത് വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് 3, ഏറ്റവും ഹയസ്റ്റ് 7 വർഷമാണ്. ഏറ്റവും ഹയസ്റ്റ് അല്ല, ഈ 3, 7 കുറേ സ്ഥലങ്ങളിലുണ്ട്. ഹയസ്റ്റ് 3 അല്ല 10 ഒക്കെ വരുന്നുണ്ട്. ഇനി ടേക്കിംഗ് അൺഡ്യൂ അഡ്വാൻറ്റേജ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് സർവന്റ് ബൈ കറപ്റ്റ് ഓർ ഇലീഗൽ മീൻസ് ഓർ ബൈ എക്സസൈസ് ഓഫ് പേഴ്സണൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റിനെ ഇലീഗലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻഫ്ലുവൻസ് വഴി ആ ഒരു വ്യക്തിയുടെ ഇംപ്രോപ്പർ ആയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുകയോ എന്നുള്ള കാര്യമാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. Whoever accepts or obtains or attempts to obtain from any other person for himself or for any other person any undue advantage. അപ്പോൾ as a motive or reward to induce a public servant by corrupt or illegal means or by exercise of his personal influence to perform or to cause performance of a public duty improper or dishonestly. അപ്പോൾ ഒരു പബ്ലിക് സർവന്റ് അദ്ദേഹത്തിന്റെ ജോലി ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിക്കുകയോ അല്ലെങ്കിൽ മേടിക്കാൻ ശ്രമിക്കുകയോ ഏതെങ്കിലും ഒരു കറപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇലീഗൽ മീൻസിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തി വളരെ തലപ്പത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ഇൻഫ്ലുവൻസ് വഴി ആ ഒരു വ്യക്തി ഈ ഒരു പബ്ലിക് സർവൻറ്റിനെ കൊണ്ട് ഇതേപോലെ ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലും അതും അഴിമതിയായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. ഓർ ടു ബിയർ ഓർ ടു കോസ് ടു ഫോർബിയർ സച്ച് പബ്ലിക് ഡ്യൂട്ടി ബൈ സച്ച് പബ്ലിക് സർവൻറ്റ് ഓർ ബൈ അനദർ പബ്ലിക് സർവൻറ്റ്. ഇനി ഇതേ കാര്യം തന്നെയാണ്, ഏറ്റവും കുറഞ്ഞത് 3 വർഷം, മാക്സിമം 7 വർഷം, അതോടൊപ്പം തന്നെ പിഴയും ലഭിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 3 വർഷം, അത് 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, അതേപോലെ തന്നെ പിഴ തുകയും ലഭിക്കുന്നതാണ്. ഒഫൻസ് റിലേറ്റിംഗ് ടു ബ്രൈബിംഗ് ഓഫ് എ പബ്ലിക് സർവന്റ്. ഇപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് 7ൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സർവന്റ് മേടിക്കുന്നതിനെ പറ്റിയാണ്, ഒരു പബ്ലിക് സർവന്റ് മേടിക്കുന്നതിനെ പറ്റിയ ആ ഒരു രീതിയിൽ നിന്നാണ്. പബ്ലിക് സർവന്റ് മേടിച്ചാൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വരുന്നതായിരുന്നു സെക്ഷൻ 7. ഇനി അടുത്ത സെക്ഷൻ 8 പറയുന്നത് ഒരു പബ്ലിക് സർവന്റിനെ ബ്രൈബ് ചെയ്താൽ, ഒരു പബ്ലിക് സർവന്റിന് അങ്ങോട്ട് കൈക്കൂലി കൊടുത്താലുള്ള തെറ്റുകളെ പറ്റിയാണ് പറയുന്നത്. Any person who gives or promises to give any undue advantage to another person or persons with intention. With intention എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സർവന്റ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഇംപ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി മറ്റ് വ്യക്തികൾക്കോ കൈക്കൂലി നൽകുവാണ് എങ്കിൽ അതൊരു അഴിമതിയായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ്. അവിടെയും ഇതേ കാര്യം തന്നെയാണ്. 3 വർഷം, ഏറ്റവും കുറഞ്ഞത് 3 വർഷം, മാക്സിമം 7 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. To reward such public servants for the improper performance of public duty shall be punishable with ഏറ്റവും കുറഞ്ഞത് 3 വർഷം, അത് ഏറ്റവും കൂടിയത് 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പിഴയും ലഭിക്കാവുന്നതാണ്. പ്രൊവൈഡഡ് ദാറ്റ് പ്രൊവിഷൻസ്. ഇപ്പം ഇതിലൊരു എക്സംഷൻ ഉണ്ട്. എക്സംഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ അപേക്ഷകന് ഇപ്പോൾ ഒരു അപേക്ഷയായിട്ട് ചെല്ലുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഈ ഒരു അപേക്ഷകന്
വേറെ ഒരു നിവൃത്തിയും ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു വഴിയും ഇല്ലാണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് പബ്ലിക് സർവൻറ്റിന് കൈക്കൂലി നൽകിയത് എങ്കിൽ അത് എക്സംഷൻ ആയിട്ട് കണക്കാക്കും. അതായത് പബ്ലിക് സർവൻറ്റിൻ്റെ കമ്പൽഷൻ കാരണം ഈ ഒരു വ്യക്തിക്ക് കൈക്കൂലി നൽകേണ്ടി വന്നാൽ ഇത് എക്സംഷൻ ആയിട്ട് കണക്കാക്കും. പ്രൊവൈഡഡ് അങ്ങനെ കൈക്കൂലി നൽകി 7 ദിവസത്തിനുള്ളിൽ, കൈക്കൂലി നൽകി 7 ദിവസത്തിനുള്ളിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ VACB, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ അപ്പോൾ ഏത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിക്ക് മുൻപാകെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് ആ ഒരു വ്യക്തി പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇൻഫോം ചെയ്തിരിക്കണം. എങ്കിൽ ആ ഒരു വ്യക്തിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ളൊരു കേസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറ്റക്കാരനായിട്ട് ഈ പറയുന്ന അക്യൂസ്ഡിൽ അദ്ദേഹം ഉണ്ടാവത്തില്ല. പ്രൊവൈഡഡ് ഫോർ, അപ്പോൾ നമുക്ക് നോക്കാം, പ്രൊവൈഡഡ് ദാറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ ഷാൽ നോട്ട് അപ്ലൈ വെൻ എ പേഴ്സൺ ഈസ് കമ്പൽഡ് ടു. ഇപ്പോൾ ഒരു കമ്പൽഷന്റെ പുറത്താണ് ഈ ഒരു വ്യക്തിക്ക് കൈക്കൂലി നൽകേണ്ടി വന്നത് എങ്കിൽ അതൊരു എക്സംഷൻ ആണ്, അതൊരു തെറ്റായിട്ട് കൂട്ടത്തില്ല, അദ്ദേഹത്തിനെ പ്രതിയാക്കത്തില്ല. പ്രൊവൈഡഡ് ഈ ഒരു അഴിമതി നൽകി അല്ലെങ്കിൽ ഈ ഒരു കൈക്കൂലി കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ, ഓർത്ത് വെച്ചോളുക, 7 ദിവസത്തിനുള്ളിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോട് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കണം. ഇനി ഓൾസോ ദാറ്റ് വെൻ ദ ഓഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ ഹാസ് ബീൻ കമ്മിറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണ് ഈ ഒരു കാര്യം ചെയ്തത്, ഇതേ കാര്യം തന്നെ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, അതായത് ഒരു പബ്ലിക് സർവൻറ്റിന് ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ കൈക്കൂലി നൽകുവാണ് എങ്കിൽ അവിടെ ഈ ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനെതിരെ പിഴ മാത്രമേ ചുമത്തുള്ളൂ, പിഴ മാത്രമേ ചുമത്തത്തുള്ളൂ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ. ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ചെയ്താൽ പിഴ മാത്രമേ ചുമത്തത്തുള്ളൂ. ഇനി അടുത്ത സെക്ഷൻ 9ലേക്ക് വരാം. സെക്ഷൻ 9ൽ ഈ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് പബ്ലിക് സർവൻറ്റിന് കൈക്കൂലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒഫൻസിനെ കുറിച്ചാണ്. പബ്ലിക് സർവൻറ്റിന് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണ് കൈക്കൂലി നൽകുന്നത് എങ്കിൽ, ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ where an offence under this act has been committed by a commercial organization, such organization shall be punished with fine. അത് നമ്മളിപ്പോൾ പറഞ്ഞു, അത് ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. തടവ് ശിക്ഷ വരത്തില്ല, ഫൈന് മാത്രമാണ് വരുന്നത്. If any person associated with such commercial organization gives or promises to give any advantage to public servant intending. ഇനി ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷന് ഒരു ബിസിനസ് ലഭിക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് തുടരാൻ വേണ്ടിയാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു അഴിമതി നടത്തിയത് എങ്കിൽ, അല്ല എങ്കിൽ ഈ പറയുന്ന ഈ ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷന്റെ കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷന്റെ കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു മേൽക്കൈ, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഉള്ള ഒരു മേൽക്കൈ നിലനിർത്താനോ അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബിസിനസ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൈക്കൂലി കൊടുക്കുവാണ് എങ്കിലും പിഴയാണ് ഇവരുടെ ശിക്ഷ എന്ന് പറയുന്നത്. തടവ് ശിക്ഷ വരുന്നില്ല, പിഴയാണ് ശിക്ഷ. അതിലും ഇനി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡയറക്ടറിൻ്റെയൊക്കെ അറിവോടെ ആണെങ്കിൽ ഇങ്ങനെയല്ല. പ്രൊവൈഡഡ് ദാറ്റ്, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് അവരുടെ ഈ പറയുന്ന ഈ ഒരു കേസ് കാര്യങ്ങളൊക്കെ ആവുകയാണ്, ഇതിൻ്റെ ഒരു പ്രൊസീഡിങ്സോ അല്ലെങ്കിൽ ട്രയലിലോട്ടൊക്കെ പോവുകയാണ് എങ്കിൽ ഈ ഒരു സ്ഥാപനം പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി, അതായത് ഈ ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരും തന്നെയും കൈക്കൂലി നൽകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള നിയമങ്ങൾ ആ ഒരു സ്ഥാപനത്തിന് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ആ ഒരു സ്ഥാപനത്തിനുണ്ട് എന്ന് ഈ പറയുന്ന കോടതി മുൻപാകെ സമർപ്പിക്കാൻ കഴിയണം. Provided that it shall be a defense for the commercial organization to prove that it had in place adequate procedures in compliance of such guidelines. അല്ല, ഈ പറയുന്ന ഇങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയും ഇതേപോലൊരു കൈക്കൂലി നൽകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും എല്ലാം തന്നെയും ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് തെളിയിക്കാൻ ആർക്ക് സാധിക്കണം? നമ്മുടെ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷന് സാധിക്കണം, അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് സച്ച് കണ്ടക്ട്. ഇനി for the purpose of this section, a person is said to give or promise to give any undue advantage to a public servant if he is alleged to have committed the offence under section 8
whether or not such person has been prosecuted for such offense. ഇനി ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 7A അതേപോലെ തന്നെ 8 അതേപോലെ തന്നെ 9. അപ്പോൾ ഈ പറയുന്ന 3 സെക്ഷൻസ് 7A 8 അതേപോലെ തന്നെ ഈ സെക്ഷനായ 9 ഇത് മൂന്നും കോഗ്നൈസബിൾ ആണ്, അതായത് കോടതി കോഗ്നൈസബിൾ ആയിട്ടുള്ള കുറ്റങ്ങളാണ്. ഓർത്ത് വെച്ചോളുക 7A 8 9 ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഇനി ദ സെൻട്രൽ ഗവൺമെന്റ് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനം ഒരു അഴിമതി നടത്തി എന്നുള്ളൊരു കേസൊക്കെ വരുവാണെങ്കിൽ, അങ്ങനെ ഒരു ഒഫൻസ് വരുവാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലും, എല്ലാ റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും ഉണ്ട് എന്ന് കോടതിക്ക് മുൻപാകെ അവർ തെളിയിക്കണം. അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുന്ന ആൾക്കാരും ഇങ്ങനെ ഒരു അഴിമതി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻസും റൂൾസും റെഗുലേഷൻസും സെൻട്രൽ ഗവൺമെന്റ് നിർമ്മിക്കണം എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. The central government shall, in consultation with the concerned stakeholders, including departments and with a view to preventing persons associated with commercial organization from bribing any person being a public servant, prescribe such guidelines as may be considered necessary which can be put in place for compliance by such organization. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. അങ്ങനെയുള്ള ഗൈഡ് ലൈൻസും റൂൾസും റെഗുലേഷൻസും കേന്ദ്ര സർക്കാർ നിർമ്മിക്കണം. അത് ഈ പറയുന്ന ഓർഗനൈസേഷൻസിനെ കൊണ്ടും ഇതേ സാധനങ്ങൾ നിർമ്മിക്കണം, അവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത 10 നമ്മുടെ നേരത്തെ പറഞ്ഞായിരുന്നു, കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളാണ് ഒരു അഴിമതി ചെയ്തത് എങ്കിൽ അവർക്ക് പിഴത്തുക മാത്രമേ ശിക്ഷയായി ലഭിക്കത്തുള്ളൂ, തടവ് ശിക്ഷ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനൊരു എക്സംഷൻ ഉണ്ടെന്നും അപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു എക്സംഷൻസിനെ കുറിച്ചാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. സെക്ഷൻ 10 ഇതിനെപ്പറ്റി പറയുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനം ഒരു അഴിമതി നടത്തി. ഈ അഴിമതിയെ പറ്റി ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഡയറക്ടറിനോ അല്ലെങ്കിൽ മാനേജറിനോ അല്ലെങ്കിൽ ടോപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, സെക്രട്ടറി പോലെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാമെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. Where an offense under section 9 is committed by a commercial organization, അതായത് ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ അഴിമതി നടത്തി, and such offense is proved in the court, കോടതിയിൽ അത് തെളിയുകയും ചെയ്തു, to have been committed with the consent or connivance of any director, ഒരു ഡയറക്ടറിൻ്റെയോ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതേപോലെ തന്നെ ഒരു ഹൈ ലെവൽ ഓഫീസറിൻ്റെ അനുമതിയോടെ അല്ലെങ്കിൽ അറിവോടെയാണ് ഈ ഒരു സംഭവം നടന്നത് എന്ന് കോടതിയിൽ തെളിയുന്ന പക്ഷം അങ്ങനെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഓണറാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പാർട്ട്ണറാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ. ഈ ആക്ടിനകത്ത് അത് പറയുന്നുണ്ട്. ഈ ഒരു ആക്ടിനകത്ത് ഇവിടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറാണ്. ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി ഓർ അതർ ഓഫീസർ ഷാൽ ബി ഗിൽറ്റി ഓഫ് ഓഫീസ് ആൻഡ് ഷാൽ ബി ലയബിൾ ടു ദ പ്രൊസീഡിംഗ് എഗെയിൻസ്റ്റ്. അപ്പോൾ ആ ഒരു വ്യക്തിക്കെതിരെ നടപടി എടുക്കുന്നതാണ്. അതേപോലെ തന്നെ 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷം വരെ തടവും അതേപോലെ തന്നെ പിഴയും ലഭിക്കുന്ന ഒരു കുറ്റമായി ഇത് മാറും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ അറിവോടെയാണ് ഒരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ അഴിമതി നടത്തുന്നത് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ലഭിക്കും? 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായ തടവ് ശിക്ഷയും അതേപോലെ തന്നെ പിഴയും ഈടാക്കേണ്ട ഒരു സാഹചര്യം വരും. ഇനി ഒരു എക്സ്പ്ലനേഷൻ ആണ്, നമ്മുടെ ഡയറക്ടറിന്റെ എക്സ്പ്ലനേഷൻ. പാർട്ട്ണർ, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പാർട്ട്ണറാണ്. ഈ ഒരു കമ്പനിയുടെ പാർട്ട്ണറിനെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്, അല്ല ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ അല്ല. ഇനി അടുത്ത 11, പബ്ലിക് സർവൻറ്റ് ഒബ്റ്റെയിനിങ് അൺഡ്യൂ അഡ്വാൻറ്റേജ് വിതൗട്ട് കൺസിഡറേഷൻ ഫ്രം പേഴ്സൺ. വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാലേ, അതായത് പൈസയായിട്ട് ഒരു അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ പ്രോപ്പർട്ടി അങ്ങനെ ഒരു മെറ്റീരിയൽ ആയിട്ട് ഒരു സാധനം ലഭിക്കുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. അങ്ങനെ അല്ലാതെ ഒരു അഴിമതി നടത്തുക. ഇപ്പോൾ ഒരു റിസോർട്ട് ബിസിനസ് ഉള്ള ഒരാൾ, അപ്പോൾ ആ ആള് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു പബ്ലിക് സർവൻറ്റിന് മുൻപാകെ വരുന്നു, ഒരു പെർമിറ്റിന് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു നോൺ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വരുന്നു. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പബ്ലിക് സർവൻറ്റ് പൈസയോ അല്ല എങ്കിൽ സ്വത്ത് വക ഇതൊന്നും ചോദിക്കുന്നില്ല, പകരം ആ ഒരു റിസോർട്ടിൽ ഒരു കുറച്ച് ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള സ്റ്റേ ചോദിക്കുന്നു. അതും അഴിമതി തന്നെയാണ്. പക്ഷെ ഇവിടെ എന്തില്ല? കൺസിഡറേഷൻ ഇല്ല. ഇവിടെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ? ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ട്രാൻസാക്ഷൻ ഇവിടെ വരുന്നില്ല. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഫ്രീ സർവീസ് ലഭിക്കുന്നുണ്ട്. അപ്പം അതാണ് ഇനി അടുത്ത അങ്ങനെയുള്ള ഒരു കേസാണ് സെക്ഷൻ 11 പറയുന്നത്. ഫ്രം പേഴ്സൺ കൺസേൺഡ് ഇൻ പ്രൊസീഡിംഗ് ഓർ ബിസിനസ് ട്രാൻസാക്റ്റഡ് ബൈ സച്ച് പബ്ലിക് സർവൻറ്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളിലെ ഈ ഒരു എക്സാമ്പിൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഈ ഒരു എക്സാമ്പിൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഒരു കൺസിഡറേഷൻ ഇല്ല, അതായത് ഒരു മെറ്റീരിയലിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഇല്ല.
എങ്കിലും ഇത് അഴിമതി തന്നെയാണ്, വേറൊന്നുമല്ല. ഹു ആർ ബീങ് എ പബ്ലിക് സർവൻറ്റ് accepts or obtains or attempts. അപ്പം ഇങ്ങനെ ഒരു സർവീസ് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കാൻ ശ്രമം നടത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും അഴിമതിയാണ്. ഓർ ഫോർ എനി അതർ പേഴ്സൺ എനി അൺഡ്യൂ അഡ്വാൻറ്റേജ് വിത്തൗട്ട് കൺസിഡറേഷൻ ഓർ ഫോർ കൺസിഡറേഷൻ വിച്ച് ഹി നോസ് ടു ബി inadequate from any person whom he knows to have been or to be likely to be concerned in any proceeding or business. അപ്പോൾ എക്സാമ്പിൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി, വേർഡിങ്സ് ഒന്നും ഓർത്ത് വെക്കേണ്ട, കൺഫ്യൂസിങ് ആണ്, കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഈ ഒരു സാഹചര്യമാണ് വരുന്നത് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 മാസത്തെ തടവ് ശിക്ഷ, ഏറ്റവും കുറഞ്ഞത് 6 മാസത്തെ തടവ് ശിക്ഷ, അത് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷം വരെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിഡറേഷൻ ഇല്ലാണ്ട് ആണ് ഒരു അഴിമതി നടത്തുന്നത് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 മാസം, അതായത് 6 മാസത്തിൽ കുറയാത്ത ശിക്ഷ, എന്നാൽ 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പിഴത്തുകയും ഈടാക്കാവുന്നതാണ്. ഇനി 12 പണിഷ്മെന്റ് ഫോർ അബറ്റ്മെന്റ് ഓഫ് ഒഫൻസ്. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രേരണ കുറ്റം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പ്രേരണ കുറ്റം. ഒട്ടുമിക്ക നിയമങ്ങളിലും പ്രേരണ കുറ്റത്തിന് ഒഫൻസ് നടത്തിയ അതേ ശിക്ഷ തന്നെയാണ് ലഭിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ കേസിലും ഇതേ കാര്യം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഇതിലിപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അഴിമതി മീൻസ് കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ പിഴത്തുകയും ഈടാക്കാവുന്നതാണ്. ഇതേ ശിക്ഷ തന്നെയാണ് അബറ്റ്മെന്റ് ഓഫ് ഒഫൻസിനും. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് കൈക്കൂലി നൽകാനോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാനോ പ്രേരിപ്പിച്ചാൽ, ഈവൻ ആ പ്രേരണ കാരണം ഒരു ഒഫൻസ് നടന്നാലും നടന്നില്ലെങ്കിലും പ്രേരിപ്പിച്ചു, പക്ഷെ ഒഫൻസ് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, നടക്കാതിരിക്കാം, എന്ത് സംഭവിച്ചാലും ഈവൻ നടക്കാതിരുന്നാൽ പോലും പ്രേരിപ്പിച്ച വ്യക്തിക്കെതിരെ ഈ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. 3 years, 7 years, അതേപോലെ തന്നെ ഫൈന്, അബറ്റ്മെന്റ് ഓർത്തു വെച്ചോളുക. അബറ്റ്മെന്റ്, whoever abets any offense punishable under this act, whether or not that offense is committed in consequence of that abetment, shall be punishable with imprisonment for a term which shall not be less than 3 years. അതേപോലെ 7 വർഷം ഫൈനും കൂടെ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിമിനൽ മിസ്കണ്ടക്ട്. ഇത് ഓർത്ത് വെച്ചോളുക. സെക്ഷൻ 13 വരുന്നത്. സെക്ഷൻ 13 ക്രിമിനൽ മിസ്കണ്ടക്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിമിനൽ മിസ്കണ്ടക്റ്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഒരു കേസിൽ പെട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി, കേസിൽ പെട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ ചുമതല ഏതെങ്കിലും ഒരു പബ്ലിക് സർവൻറ്റിനായിരിക്കും. പക്ഷേ ഈ പബ്ലിക് സർവൻറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പ്രോപ്പർട്ടി ആ പബ്ലിക് സർവൻറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ മാറ്റുകയോ അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ വരുന്നതാണ് ഈ ക്രിമിനൽ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. തൻ്റെ അധികാര പരിധിയിലുള്ള അല്ലെങ്കിൽ താൻ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്നില്ല, ഒരു അസറ്റ് എന്നാണ്. ഒരു അസറ്റ് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. ഒരു അസറ്റ്, ആ ഒരു അസറ്റ് ഈ പബ്ലിക് സർവൻറ്റ് തന്നെ കൈക്കലാക്കാനുള്ള ശ്രമം നടത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൈമാറാനുള്ള സാഹചര്യം ഒരുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നൽകുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇനി ഈ പറയുന്ന മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. മിസ്കണ്ടക്ട് ബൈ പബ്ലിക് സർവൻറ്റ്. അതായിരിക്കും നമുക്ക് മനസ്സിലാവുന്നതാണ്. സിംപ്ല, എ പബ്ലിക് സർവൻറ്റ് ഈസ് സെഡ് ടു കമ്മിറ്റ് ദ ഒഫൻസ് ഓഫ് മിസ്കണ്ടക്ട് ഇഫ് ഹി ഡിസോണസ്റ്റ്ലി അല്ലെങ്കിൽ ഫ്രോഡിനൻ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ്സ് or otherwise converts for his own use any property entrusted by him. അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള ഒരു പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, or any property under his control as a public servant or allows any other person to do so, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതേ കാര്യം ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയോ, or if he intentionally enriches himself illicitly during the period of his office. അല്ല എങ്കിൽ അദ്ദേഹം ആ ഒരു ഓഫീസ് സേവന കാലത്തിൽ ഇരിക്കുന്ന സമയത്ത്, അദ്ദേഹം ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അപ്പം അദ്ദേഹത്തിന് പല മാർഗങ്ങളിൽ കൂടെ വരവ് ലഭിക്കും, അദ്ദേഹത്തിൻ്റെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിൽ ലോഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കണക്കിൽ പെടാത്ത രീതിയിലുള്ള സ്വത്ത് അദ്ദേഹം സമ്പാദിക്കുകയാണെങ്കിൽ, സ്വത്ത് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി മാത്രമല്ല പൈസ മോണിറ്ററി രീതിയിലും ഒക്കെ വരുന്നുണ്ട്,
സ്വത്തുകൾ ആ ഒരു വ്യക്തി സമ്പാദിക്കുകയാണെങ്കിൽ അതും ഒരു ക്രിമിനൽ മിസ്കണ്ടക്റ്റ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. A person shall be presumed to have intentionally enriched himself illicitly if he or any person on his behalf. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ ബിനാമി പോലെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, ബിനാമികൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, ഇവരും അനധികൃതമായിട്ട് ഒത്തിരി സ്വത്ത് സമ്പാദിച്ചാൽ ഈ പറയുന്ന അഴിമതി നിരോധന നിയമത്തിന്റെ തന്നെ പരിധിയിൽ വരും. നമുക്കറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ന്യൂസൊക്കെ വരാറുണ്ട്, മറ്റേ ഇന്ന മന്ത്രിയും ഇന്ന മന്ത്രിയുടെ ബന്ധുക്കളും എല്ലാം സ്വത്ത് സമ്പാദിക്കുന്നു, ആ സംഭവം തന്നെ. Is in possession of or has at any time during the period of his office been in possession or pecuniary resource or property disproportionate to his known sources of income which the public servant cannot satisfactorily account. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് ഇദ്ദേഹത്തിന്റെ പേരിൽ വരുന്നുണ്ട്, ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ പേരിൽ വരുന്നുണ്ട്, പക്ഷേ അതിന്റെ രേഖകളോ കാര്യങ്ങളോ ഒന്നും ഇദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യമാണ്. പിന്നെ പെക്യൂണിയറി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി അസറ്റുകളെയാണ് പെക്യൂണിയറി റിസോഴ്സ് എന്ന് പറയുന്നത്. മോണിറ്ററി അസറ്റ് അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള പൈസ, നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ്, അതേപോലെ തന്നെ FD പോലെയുള്ള സാധനങ്ങളിൽ ഇട്ടിരിക്കുന്ന പൈസ, മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ, ഷെയർസിൽ ഇട്ടിരിക്കുന്ന പൈസ. അപ്പം ഇങ്ങനെയുള്ള ഈസി ആയിട്ട് ലിക്വിഡ് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് പെക്യൂണിയറി റിസോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നോൺ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലോഫുൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുള്ള വരുമാനത്തിനെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ശമ്പളം മാത്രം ആവണമെന്നില്ല. ഇപ്പം ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് 2-3 വീടുണ്ടാവാം. അപ്പോൾ ആ വീടിൽ നിന്നൊക്കെ ഉള്ള വാടകകൾ ആ ഒരു വ്യക്തിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ലോഫുൾ ആയിട്ടുള്ള സോഴ്സ് തന്നെയാണ്, അതൊരിക്കലും അൺലോഫുൾ ആയിട്ടുള്ള സോഴ്സ് അല്ല. ഈ അൺഅക്കൗണ്ടഡ് ആയിട്ട് വരുന്ന മണിയാണ് ശരിക്കും പ്രശ്നക്കാരാണ്, അതാണ് ബ്ലാക്ക് മണി. അതായത് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള, കണക്കിൽ പെടാത്ത പൈസ, അതായത് ഈ പറയുന്ന ടാക്സ് കൊടുക്കാത്ത പൈസ, അതിനെയാണ് അൺഅക്കൗണ്ടഡ് മണി അല്ലെങ്കിൽ ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. നമ്മുടെ കള്ളപ്പണം, കുഴൽപ്പണം എന്നൊക്കെ പറഞ്ഞാൽ വേറൊന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ ടാക്സ് നൽകാത്ത പൈസേനെയാണ് അൺഅക്കൗണ്ടഡ് മണി അല്ലെങ്കിൽ ബ്ലാക്ക് മണി എന്നൊക്കെ പറയുന്നത്. അപ്പം അത് ഒരു പ്രോപ്പർ ട്രാൻസാക്ഷൻസിലൂടെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന് അതിന് കണക്കില്ല. എനി പബ്ലിക് സർവൻറ്റ് ഹു കമ്മിറ്റ്സ്, അപ്പം ഈ ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ 4 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. 4 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ തടവും അതേപോലെ തന്നെ പിഴത്തുകയും കൂടെ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി ഹാബിച്വൽ ഒഫൻഡർ, ഓൾറെഡി ഈ അഴിമതി നിരോധന നിയമപ്രകാരം ഈ ഒരു വ്യക്തിയെ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയോ അല്ലെങ്കിൽ ഒരു കേസ് നടക്കുകയോ എന്ത് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഓൾറെഡി കുറ്റക്കാരനാണെന്ന് വിധിച്ചു, വീണ്ടും ഇതേ വ്യക്തി വീണ്ടും ഇതേ തെറ്റ് ആവർത്തിക്കുവാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5 വർഷം, മാക്സിമം 10 വർഷം പിഴയും ലഭിക്കുന്ന ഒരു തെറ്റാണ്. ഹാബിച്വൽ ഒഫൻഡർ, നേരത്തെ പറഞ്ഞത് ക്രിമിനൽ മിസ്കണ്ടക്ട്. ക്രിമിനൽ മിസ്കണ്ടക്ട് ഏറ്റവും കുറഞ്ഞത് 4, മാക്സിമം 10. ഇനി അടുത്തത് സെക്ഷൻ 15, പണിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ്. അപ്പോൾ ഈ ഒരു കുറ്റം, അതായത് നമ്മുടെ അഴിമതി നടത്തുക അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കുറ്റം, അതായത് കൈക്കൂലി നൽകുകയോ കൈക്കൂലി വാങ്ങുകയോ ഒക്കെ ചെയ്യാൻ ശ്രമം നടത്തുവാണെങ്കിൽ, whoever attempts to commit an offense shall be punishable with imprisonment. ഇതൊരു ശ്രമം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് 2 വർഷം, മാക്സിമം 5 വർഷം, അതിനോടൊപ്പം തന്നെ പിഴയും ലഭിക്കുന്ന ഒരു കുറ്റമാണ്. ഓക്കെ, അപ്പോൾ 13, 14, 15 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 13-ൽ നമ്മുടെ ക്രിമിനൽ മിസ്കണ്ടക്റ്റിനെ പറ്റിയും ആണ് നമ്മൾ പറഞ്ഞത്. 14-ലേക്ക് വന്ന സമയത്ത് നമ്മുടെ ഹാബിച്വൽ ഒഫൻഡറിനെ പറ്റി പറഞ്ഞു. ഹാബിച്വൽ ഒഫൻഡർ, അപ്പോൾ അതാണ് ഏറ്റവും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് നമ്മുടെ ഈ ഒരു ആക്ടിൽ. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞത് 5 വർഷം, മാക്സിമം 10 വർഷം. ഇനി അറ്റംപ്റ്റ് ആണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 വർഷം, മാക്സിമം 5 വർഷം പിഴയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 1ാം ഭാഗത്തിൻ്റെ അകത്ത്, പാർട്ട് 1-നകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക. ഇനി പാർട്ട് 2-ൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.